നമുക്ക് പച്ച മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ ഞാൻ വളരെക്കാരനാണ്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു മലബാറിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ എന്നെ ഞെട്ടിപ്പിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ അവിടെ ഒരു 10ാം ക്ലാസ് വരെ മലബാറിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിൽ മറ്റാൾക്കാരുമായിട്ട് ഇടപഴകി. അതിനുശേഷം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ പഠിക്കുകയും ട്രാവലൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലോകത്തിലെ ബാക്കിയുള്ള ബാക്കിയുള്ള രാജ്യങ്ങളിലും ഉള്ള ആൾക്കാരായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനത് ഈ ടോപ്പിക്കായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിസ്റ്റ് പാസ്റ്റ്, നമ്മുടെ ചരിത്രം. ഇത് ഒരു സംശയമില്ലാതെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കേരളം ഒരു ബുദ്ധ സംസ്കൃതിയുടെ പരകോടിയിലെത്തിയ ഒരു ഭൂവിഭാഗമായിരുന്നു. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഇത്ര ഇമ്പോർട്ടൻ്റായി തോന്നിയത്, ഇത്ര പ്രധാനമായിട്ട്, ഇത്ര സിഗ്നിഫിക്കൻ്റായിട്ട് തോന്നിയതിൻ്റെ കാരണം, നമ്മുടെ മലയാളികൾക്ക് ഇതറിയില്ല. അതറിയാത്തത് കൊണ്ട് എന്താ, ഇതൊരു ചരിത്രമല്ലേ എന്ന് പറയുമ്പം അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. കാരണം നമ്മുടെ ചരിത്രം ചവിട്ടിത്താഴ്ത്തപ്പെട്ട ചരിത്രമാണ്. നമ്മുടെ ഓരോരുത്തരും നമ്മളാക്കിയ മലയാളികളുടെ എന്തൊക്കെ മലയാളിത്തം എന്ന് പറയുന്ന നമ്മുടെ ഗുണഗണങ്ങളായിട്ട് നമ്മൾ ലോകത്തോട് പറയുന്ന എല്ലാ കാര്യങ്ങളും കേരളത്തിലുള്ള ഒരു ബുദ്ധ സംസ്കൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളിപ്പോഴും നമ്മളെ ഇരുത്തവും നടത്തവും നമ്മുടെ അനുഷ്ഠാനങ്ങളും എല്ലാ കാര്യങ്ങളും ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കതറിയില്ല. എന്തുകൊണ്ട് നമുക്കറിയില്ല എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് അതിൻ്റെ തെളിവുകൾ നമ്മുടെ ചുറ്റുമുണ്ട്, എപ്പോഴും ഉണ്ട്. ഇത് മനഃപൂർവ്വം ചവിട്ടിത്താഴ്ത്തപ്പെട്ട തേച്ചു മാച്ചപ്പെട്ട ചരിത്രമാണ്. അതിലൊരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയമല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാനൊരു ചരിത്രകാരനല്ല. ഞാൻ ഔപചാരികമായിട്ട് ചരിത്രം പഠിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രശ്നം, അതായത് നമ്മുടെ യഥാർത്ഥ ചരിത്രം എന്താണ്, അത് ഇന്നത്തെ ആയിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ട് നമ്മൾ ഈ ചരിത്രം, മണ്ണിനടിയിൽപ്പെട്ട ഈ ചരിത്രം കുഴിച്ചെടുക്കണം എന്നതിൻ്റെ കാര്യമാണ്. അപ്പം ഞാനൊരു ഒരു മലബാറിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണ കുട്ടിയുടെ ഒരു ആസ്പെക്റ്റിൽ പറയാം. നമ്മൾ ജനിച്ചു വളരുമ്പം, ഞാൻ ഹിന്ദു ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മൾ ചുറ്റും നോക്കുമ്പോൾ അവിടെ 2-3 ആൾക്കാരുണ്ട്. ഹിന്ദുക്കൾ മെജോറിറ്റി, തീയ എന്ന ഗ്രൂപ്പ്, തീയന്മാരെന്ന് പറയുന്ന കാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുസ്ലിങ്ങൾ. അത് മാത്രമേ മലബാറിൽ പ്രധാനമായിട്ടും വടകര കടത്തനാട്ട് ഭാഗത്തുള്ളൂ. ഞാനൊരു 10ാം ക്ലാസ് വരെ ഞാൻ ക്രിസ്ത്യാനികളെ കണ്ടിട്ടില്ല. പക്ഷേ അതിന് ശേഷം കുറച്ചും കൂടി മറ്റു സ്ഥലത്ത് പോയപ്പം ഈ കിഴക്കൻ ഭാഗത്തുള്ള ക്രിസ്ത്യാനികളെ കണ്ടു. പിന്നെ നാട്ടിൽ വളരെ കുറച്ച് കുറുപ്പന്മാരെന്നൊക്കെ പറയുന്ന നായർ സമുദായക്കാരുണ്ട്. പിന്നെ നമ്പൂരികൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മലബാറിലൊക്കെ വളരെ കുറച്ച് കോവിലകങ്ങളുണ്ട്. ഞാൻ കോവിലകങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ ആൾക്കാരില്ലെന്നേ ഉള്ളൂ. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഹിന്ദു ആണെന്നാണ്. അപ്പം നമ്മൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പല ടെക്സ്റ്റ് ബുക്കുകളും മലയാളം അതൊക്കെ പഠിക്കുമ്പം എല്ലാ കഥകളൊക്കെ കൃഷ്ണനായിട്ട് ബന്ധപ്പെട്ടത്, രാമനായിട്ട് ബന്ധപ്പെട്ടത്, രാമായണം, മഹാഭാരതം, കുറച്ചൊക്കെ മുഹമ്മദിൻ്റെ കഥകൾ, പിന്നെ യേശുവിൻ്റെ കഥകൾ. അപ്പം നമ്മൾ കേരളത്തിലുള്ള പ്രധാന മതങ്ങൾ ഹിന്ദു, അങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നു. അപ്പം പിന്നെ ഉള്ളത് നമ്മുടെ അനുഷ്ഠാനങ്ങൾ. എൻ്റെ ചുറ്റുമുള്ള ദൈവങ്ങൾ നമ്മൾ നോക്കുമ്പം അമ്പലം തൊട്ടടുത്തുള്ളതൊരു കുട്ടിച്ചാത്തൻ്റെ അമ്പലമാണ്. അപ്പോൾ അവിടെ പിന്നെ തെയ്യങ്ങളുണ്ട്, നമ്മൾ തെറ എന്ന് പറയും. പിന്നെ ഉത്സവങ്ങളുണ്ട്. പിന്നെ അതൊക്കെ ഹിന്ദുമതമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ കുറേ അമ്പലങ്ങളൊക്കെ അവിടെ കുട്ടിച്ചാത്തനുണ്ട്, ഗുളികനുണ്ട്, മറ്റു പല തറകളുണ്ട്. പിന്നെ കുറേ ഈ മലബാറിലെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് മലയടിവാരങ്ങളിൽ പൊളിഞ്ഞ അമ്പലങ്ങളുണ്ടാവും, പൂജകളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അടുത്തുള്ള കുട്ടിച്ചാത്തൻ്റെ അമ്പലത്തിലൊക്കെ പൂജ ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ തീയന്മാർ തന്നെയാണ്. തീയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവിടെ നമ്പൂരികളൊന്നുമില്ല. അപ്പോൾ അവിടെ വിളക്കുകളുണ്ട്. ഉത്സവത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള കൊടികളൊക്കെ തൂക്കും, കൊടകളുണ്ട്. പിന്നെ അപ്പം ഇതാണ് ഹിന്ദു നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അടുത്ത് കുറച്ച് ഈ കുറുപ്പന്മാരൊക്കെ പോകുന്ന കുറച്ച് അമ്പലങ്ങളുണ്ട്. എല്ലാവരും പോവും, പക്ഷേ മെയിൻലി അതൊരു ഒരു കുറച്ചും കൂടി വരേണ്യമായ ഒരു അമ്പലമാണെന്ന് വിചാരിക്കുന്നത് ശിവൻ്റെ അമ്പലമുണ്ട്. അപ്പം ഈ അമ്പലങ്ങളിലൊക്കെ അടുത്ത് തന്നെ അമ്പലക്കുളങ്ങളുണ്ടാവും, അടുത്തൊരു ആൽമര ഉണ്ടാവും.
ആൽമരത്തിൻ്റെ ചോട്ടിലൊക്കെ ഈ സർപ്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും കല്ലിൽ. പിന്നെ അവിടെ ഒരു ഗണപതിയുടെ പിന്നെ അങ്ങനെ മറ്റു പല ഇതൊക്കെ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഇതുപോലത്തെ അമ്പലങ്ങളിൽ, അപ്പോൾ അതായത് കുട്ടിച്ചാത്തൻ്റെയും അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ സാധാരണക്കാർ വരേണ്യവർഗ്ഗമല്ല എന്ന് അവർണ്ണരായെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ ക്ഷേത്രങ്ങൾ നടത്തുന്നതും ഉത്സവങ്ങൾ നടത്തുന്നതൊക്കെ. പിന്നെ നമുക്ക് മുത്തപ്പനുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ആൾക്കാരൊക്കെ പറശ്ശിനിക്കടവിൽ മുത്തപ്പനെ കാണാൻ പോകും. അവിടെ ചോറ് കൊടുക്കും കുട്ടികൾക്ക്. പിന്നെ കൊട്ടിയൂർ പോവും കുടുംബങ്ങളൊക്കെ. അപ്പം പിന്നെ അങ്ങനെയുള്ള ഒരു അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ നമ്മൾ അതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹിന്ദുവിൽ തന്നെ കുറച്ചും കൂടി വരേണ്യമായ വിഭാഗങ്ങൾ ഈ ശിവൻ്റെയും കൃഷ്ണൻ്റെയൊക്കെ അമ്പലത്തും. അവിടെ കൃഷ്ണൻ്റെ അമ്പലമൊന്നുമില്ല എന്നാലും. അപ്പോൾ ഇതാണ് ഹിന്ദുത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടിയിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ മറ്റേ ഈ പ്രൊഫഷണൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഞാൻ ഡൽഹിയിലോട്ട് പഠിക്കാൻ പോയി. അപ്പം പോകുന്ന വഴിക്ക് അതിൻ്റെ മുമ്പ് എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള ഏതാണ്ട് എല്ലാ ഭാഗത്തും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഹിന്ദുസ് ഞാൻ കണ്ടു. ഞാൻ നോക്കുമ്പോൾ അവിടെയുള്ള അമ്പലങ്ങളൊന്നും നമ്മളെ അമ്പലങ്ങളായിട്ടൊന്നും കാണാൻ അങ്ങനെയല്ല. അവിടെ ഒരു അമ്പലക്കുളമോ മുമ്പിൽ വിളക്കോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വൈകിട്ട് വിളക്ക് വെക്കുന്ന വിഷയം അതവിടെ ഇല്ല. നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കൾ ആഘോഷിക്കുന്നത് ഓണം, വിഷു, മേജർ സാധനങ്ങൾ. അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും ഇവിടെ ഇല്ല. അവിടെ ഹോളി, ദീപാവലി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അവിടെ രാമനും കൃഷ്ണനൊക്കെ വളരെ പ്രോമിനൻ്റാണ്. രാമനും കൃഷ്ണനായിട്ട് തന്നെ. നമ്മുടെ നാട്ടിലാണ് കൃഷ്ണനുണ്ട്, അത് ഗുരുവായൂരപ്പൻ അങ്ങനെയൊക്കെയുള്ള ഓരോ അപ്പന്മാരായിട്ടാണ് കേരളത്തിലുള്ളത്. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ, നമ്മൾ ഹിന്ദുക്കളാണ്, ഇതെന്താണ് ഇവിടെ ഇങ്ങനെ ഒരു ഹിന്ദുത്വം അവിടെ ഇല്ലാത്തത്. ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് നമ്മുടെ മലബാറിലുള്ള ഞാൻ വളർന്നു വരുന്നത്. ഇത് കേരളത്തിന് എല്ലാ സ്ഥലത്തും ബാധകമാണ്, പക്ഷേ ബാക്കി എല്ലാ സ്ഥലത്തും ഉള്ളതായിട്ടുള്ളൊരു ഡിഫറൻസുകൾ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പം നമ്മളുടെ പല ആചാരങ്ങളും ഇതൊന്നും ഹിന്ദുയിസമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന് എനിക്ക് സംശയം പോലെ തോന്നി. അപ്പോൾ പിന്നെ തന്നെ മലബാറിലൊരു ട്രഡീഷനാണ് ശബരിമലയ്ക്ക് എല്ലാ കൊല്ലവും എല്ലാ സ്ഥലത്തു നിന്നും പോകും. അത് പണ്ട് മുതലേ ഉള്ളതാണ്. ഒരു ഗുരുസ്വാമി ഉണ്ടാവും. അതൊക്കെ നാട്ടിലുള്ള തീയ ഗ്രൂപ്പിലുള്ള സമുദായക്കാരാണ്. അത് ഗുരുസ്വാമിയുടെ അവർ തന്നെ ഒരു പൂജയൊക്കെ നടത്തും. അവർ ഭിക്ഷയ്ക്ക് പോകും. പിന്നെ അവർ മാലയിട്ടതിന് ശേഷം. അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ പോകുക എന്നുള്ളതും അവരുടെ ഒരു ശീലമാണ്. പിന്നെ ഇതൊക്കെ കുറേ ദേവിമാരും ഭഗവതിമാരൊക്കെ ഉണ്ടാവും. പിന്നെ ലോകനാർക്കാവിലെ അമ്പലമുണ്ട് അവിടെയൊക്കെ. പിന്നെ വേറെ രസമുള്ളത്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ഈ വടക്കം പാട്ടുകൾ പാടും നമ്മൾ കേൾക്കും. അപ്പോൾ അതിലുള്ള ആരോമൽ ചേകവറും തച്ചോളിയോധേനൻ്റെ കഥയൊക്കെ പറയും. അപ്പോൾ അതിലുള്ള പേരുകളും അവരെ കഥയിലുള്ള ദൈവങ്ങളും നമ്മൾ നോക്കിയാൽ, ഇപ്പം നമ്മൾ കേരളത്തിലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാസുദേവൻ, ഓരോരുത്തരുടെ പേരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പേരുകളൊന്നുമില്ല ആ കഥയിലൊന്നും. അതിലൊക്കെ ഉള്ളത് ചന്തു, കുങ്കൻ, ആർച്ച അങ്ങനെയൊക്കെ ഉള്ളത്. ഈ കൃഷ്ണൻ, വാസുദേവൻ, നമ്മളൊക്കെ ഇപ്പോൾ ഉള്ള പോലത്തെ പേര്, അങ്ങനെയുള്ള ശശാങ്കൻ, അങ്ങനെയുള്ള ഒരു വരേണ്യവൽക്കരിച്ച പേരൊന്നും അതിലില്ല. പിന്നെ അതിലൊന്നും ഒരിക്കലും ഒരു ശിവനെയോ വിഷ്ണുവിനെയോ അങ്ങനെയുള്ള ഒരു ദൈവങ്ങളൊന്നുമില്ല. അതിലുള്ളത് ലോകനാർക്കാവിലുള്ള ഭഗവതി അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്ത് മതമാണ് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് പ്രോബബ്ലി ഒരു പഴയ ദ്രവീഡിയ മതം ആയിരിക്കും ചിലപ്പം. അത് ഹിന്ദുയിസത്തിലോട്ട് മർജ് ചെയ്തായിരിക്കും, അങ്ങനെ വല്ലതായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഈ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു വില്യാപ്പള്ളി എന്നാണ്. എൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ സ്ഥലമുണ്ട്, കാർത്തികപ്പള്ളി. ഞാൻ വിചാരിച്ചു ഈ പള്ളിയോ. അപ്പോൾ ഈ പള്ളി എന്ന് പറയുന്നത്, അപ്പോൾ അവിടെ കുറേ മുസ്ലിം പള്ളികളുണ്ട് വളരെ പഴയ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും കാർത്തികപ്പള്ളി, വില്യാപ്പള്ളി. പിന്നെ തൊട്ടടുത്താണ് മടപ്പള്ളി, അവിടെ ഒരു കോളേജുണ്ട് മടപ്പള്ളി. അപ്പം ഈ പള്ളി എന്നുള്ളതൊക്കെ അങ്ങനെ ഒരു പേരുള്ളതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ചെറുപ്പത്തിലൊക്കെ അച്ചാച്ചനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പറയാം എഴുത്തള്ളി പോകുകയാണെന്ന് പറയാം. എഴുത്തള്ളി എന്നാണ് ഞാൻ കേട്ടത്, പിന്നെയാണ് മനസ്സിലായത് എഴുത്തു പള്ളിയാണെന്ന്. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഈ അരിയിൽ എഴുതിക്കുക എന്നുള്ള അങ്ങനെ ഓരോ ചടങ്ങുകളൊക്കെ നമ്മൾ ഹിന്ദുക്കളാണെന്ന് പറയാനുള്ള ഒരു കേരളത്തിൽ വിട്ടാലുള്ള ആൾക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എവിടെ നിന്നാണ് വന്നത്, ഇതെങ്ങനെയാണ്. അപ്പോൾ ഞാൻ എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ളവരും പഠിക്കാൻ വരും. അതിലൊരാൾ ശ്രീലങ്കൻ ഒരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക്. ആ കുട്ടി അവിടെ
കൊമേഴ്സ് പഠിക്കാൻ മറ്റേ കാൻഡി എന്ന് വന്നതാണ്. അപ്പം ബി എ ഓണേഴ്സ്, ബികോം ഓണേഴ്സ് ആയിരുന്നു. അപ്പോൾ അവളെൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ദിവസം ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു മലയാളി കടയിൽ കഴിക്കാൻ പോയപ്പം ഞാൻ പുട്ട് ഓർഡർ ചെയ്തു. ഈ കുട്ടി പറഞ്ഞു, ഇത് പിട്ടു, ദിസ് പിട്ടു. അപ്പോൾ ഞങ്ങൾ ഇതെന്താണ് പിട്ടുവോ? അവർ ഞങ്ങളിതിനെ പുട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോഴേ എനിക്കറിയാം നമ്മുടെ പല ഫുഡ് ഐറ്റം തമിഴ്നാട്ടിലില്ല, കർണാടകയിലില്ല. ഈ പുട്ട് എന്ന് പറയുന്നത് വളരെ കേരള ഐറ്റമാണ്. ഞാൻ വിചാരിച്ചു ഇത് നമ്മളെ കേരളത്തിൻ്റെ സ്വന്തമായിരിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ശ്രീലങ്കയിലുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ഞങ്ങളുടെ ട്രഡീഷണൽ ഐറ്റമാണ്. അപ്പം ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. ഞാൻ വിചാരിച്ചു കേരളത്തിൻ്റെ ആണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുട്ട്, പിന്നെ ഞങ്ങൾ അപ്പം വിഷു സീസണായിരുന്നു. അപ്പം ഞാൻ വിഷുവും കൊന്നയും കാണിച്ചപ്പം അവർ പറഞ്ഞു അവർക്ക് ആ ഫെസ്റ്റിവലുണ്ട്. നമ്മുടെ ഒരു മഞ്ഞ നിറത്തിലുള്ള കൊന്നയാണെങ്കിൽ അവർക്ക് ചുവന്ന നിറത്തിലുള്ളൊരു കൊന്നയാണ്, അതേ വ്യത്യാസമുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഫുഡ് ഐറ്റംസ് കാണിച്ചു, അച്ചപ്പം, കുഴലപ്പം, ഇതൊക്കെ ശ്രീലങ്കയിലുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കേരളത്തനിമയിലൊരു പ്രധാന ഇതാണ് ഉത്സവങ്ങൾ, ആനയൊക്കെ എഴുന്നള്ളിക്കുന്ന അതും പിന്നെ ആനക്കൊടയൊക്കെ. അപ്പോൾ അവൾ എനിക്ക് നെറ്റിപ്പട്ടം കെട്ടിയ ആനയുള്ള ശ്രീലങ്കൻ മറ്റേ ടൂത്ത് റെലിക്സിൻ്റെ ഒരു പലഹാരമുണ്ട്, അവർക്ക് പൂരം ഉണ്ടെന്നേ. അപ്പോൾ അത് കണ്ടു. അപ്പോൾ ഞാൻ അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ കേരളത്തിൻ്റെ ഇതുപോലത്തെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നമ്മുടെ ജീവിത രീതിയൊക്കെ തമിഴ്നാടുമായിട്ട് വലിയ ബന്ധം കാണുന്നില്ല, കർണാടകയായിട്ട് ബന്ധം കാണുന്നില്ല, കുറച്ചൊക്കെ ഉണ്ട് ബോർഡറിൽ. റെസ്റ്റ് ഓഫ് ദി ഇന്ത്യയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷേ ശ്രീലങ്കയായിട്ട് വളരെ ക്ലോസ്. അപ്പോൾ അവളെനിക്ക് ശ്രീലങ്കയിലുള്ള സിംഹളൻ്റെ സ്ക്രിപ്റ്റ് കാണിച്ചപ്പോൾ എനിക്കത് വായിക്കാൻ പറ്റും. കാരണം ഏതാണ്ട് ഒരു 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 കുറച്ച് വട്ടം കൂടിയ ഒരു മലയാള സ്ക്രിപ്റ്റ് പോലെ ഉണ്ട്. പക്ഷേ അതൊരു ഇൻഡോ ആര്യൻ ലാംഗ്വേജാണ്, നമ്മളെ ദ്രവിഡിയൻ ലാംഗ്വേജ് ആണെന്നുള്ള ഡിഫറൻസ് എനിക്കറിയായിരുന്നു. പക്ഷേ അവരെ സംസാരം പറയുമ്പോൾ പലതും നമുക്കറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കേരളത്തിൻ്റെ ഞാൻ കടത്തനാട്ടിലാണ്, ഞങ്ങളൊരു തനതായ കലയാണ് കളരിപ്പയറ്റ്. അപ്പോൾ അവൾ കളരി കണ്ടപ്പോൾ അവൾ ഇത് അങ്കംപോറ, ദിസ് ഈസ് അങ്കംപോറ. അപ്പോൾ ഞാൻ കളരിപ്പയറ്റും പറ്റി മനസ്സിലാക്കുന്നത് ലോകത്തിലെ മാർഷ്യൽ ആർട്സിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഈ മലബാറിലെ കളരിയാണ്. അത് അവിടുന്ന് തുളുനാട്ടിൽ നിന്ന് ഇതൊക്കെ മിക്സ് ചെയ്ത് വന്ന് തെക്കോട്ടൊക്കെ വന്നതാണെന്ന് വിചാരിച്ചപ്പം അവർ പറഞ്ഞു അങ്കംപോറയുടെ പിക്ചർ കാണിച്ചു തന്നു, അവരുടെ അംഗം, നമ്മളെ അംഗം. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെപ്പോലെ അവരുടെ ഈ അംഗം എന്ന് പറയുന്ന അങ്കംപോറ എന്ന സാധനം ഇത് 2000 വർഷത്തെ എഴുതപ്പെട്ട ചരിത്രമുണ്ട്. നിങ്ങൾ വിക്കിപീഡിയയിൽ കളരിപ്പയറ്റ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്ന വെച്ചാൽ കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇത്രയും അടുപ്പമുള്ള ഒരു സംസ്കാരം നമ്മളെ തൊട്ടടുത്തുണ്ട്. എത്ര പേർക്ക് അതറിയാം? നമ്മളെ അതേ ഭക്ഷണം, പിന്നെ വേറെ രസമുള്ളത് ഈ ശ്രീലങ്കൻ എസ്പെഷ്യലി ഈ സിംഹളീസിനെ കണ്ടാൽ, ഞാൻ ഈ കൊച്ചൻ്റെ അടുത്തിരുന്നപ്പം ട്രെയിനിലാണ് ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടത്, പിന്നെ യൂണിവേഴ്സിറ്റി പോയപ്പോഴും. അപ്പം നമ്മൾ കണ്ടാൽ അപ്പുറത്തുള്ളൊരു അഞ്ചു, അല്ലെങ്കിൽ അപ്പുറത്തുള്ളൊരു കേരളത്തിലെ ഒരു അനിയത്തി, ഒരു ചേച്ചി, അങ്ങനെയേ തോന്നുള്ളൂ. അപ്പോൾ സംസാരവും എല്ലാം ഒരേപോലെ. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഒരു എഴുതപ്പെട്ട ചരിത്രം എന്ന് പറയുന്നത്, കേരള ചരിത്രം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു ചരിത്രം, അവസാനത്തെ ഒരു 1000 കൊല്ലത്തെ ചരിത്രമല്ലേ നമുക്കറിയാവുള്ളൂ. അതിൻ്റെ മുമ്പത്തെ ചരിത്രത്തിൽ അങ്ങനെ കേരള ചരിത്രത്തിൻ്റെ പ്രശ്നം ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത്. അപ്പം ഇവിടെ അതിൽ കൂടുതൽ അറിയാവുന്നവരുണ്ട്. അപ്പം അവൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ തേരാവാദ ബുദ്ധിസത്തിൻ്റെ ആൾക്കാരാണ്, അതായത് ഹീനയാന ബുദ്ധിസം, അങ്ങനെയാണ് ഞാനിതിനെപ്പറ്റി പഠിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ വേറെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ കുറേ വൈദ്യന്മാരുണ്ട്. അപ്പം അവർ പച്ചമരുന്നുകളും ഇതൊക്കെയുള്ള പിന്നെ കുറേ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. ഞങ്ങൾ പറഞ്ഞു ആയുർവേദം ഞങ്ങളെന്നാ വലിയ ഒരു കാര്യമാണ്. അവൾ പറഞ്ഞു ലോകത്തിലെ ആദ്യത്തെ ആയുർവേദ ഹോസ്പിറ്റൽ ശ്രീലങ്കയിലാണ്, അതിപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്ക് അവിടെ ആയുർവേദമുണ്ട്. അവൾ വാഗ്ഭടനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇതെന്താണ് നമ്മൾ രണ്ടുപേരും ഒരുപോലെ. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളെന്തെങ്കിലും ഹിസ്റ്ററിയിൽ മലബാറിനെ പറ്റി പറയുന്നുണ്ടോ? അപ്പോൾ ഈ കൊച്ചിന് അത്യാവശ്യം ഹിസ്റ്ററിയൊക്കെ അറിയാം. അപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങളുടെ കഥയിലുണ്ട്, അവിടുത്തെ ബുദ്ധ രാജാവ് അവിടെ അനുരാധപുരം കൊട്ടാരോ അങ്ങനെയുള്ള അവിടെയുള്ള ഒരു സ്ഥലത്തുനിന്ന് പണ്ട് മറ്റേ സൗത്ത് ഇന്ത്യയിൽ പാണ്ഡ്യന്മാരും പിന്നെ ചേരന്മാരൊക്കെ യുദ്ധമുള്ള സമയത്തേക്ക് ഞങ്ങൾ മലബാറിലോട്ട് പടയാളികളെ പഠിപ്പിക്കാൻ ആളെ അയച്ചിട്ടുണ്ട് എന്നുള്ളൊരു കഥ അവരുടെ അടുത്തുണ്ട്. ഇതേ കാര്യം എനിക്ക് വടക്കൻപാട്ടിലുള്ളതായിട്ട് അറിയാം. നമ്മുടെ മലബാറിലുള്ള വടക്കൻപാട്ടിൽ ഒരു കേട്ടുകഴി പോലെ പറയുന്നുണ്ട്, നമ്മുടെ ചേകവന്മാരെ മറ്റേ ഈഴത്തുനിന്ന്, അതായത് ശ്രീലങ്കയിൽ നിന്ന് വന്നവരല്ലോ നമ്മൾ എന്നുള്ള ഒരു ഇതുണ്ട്.
പക്ഷേ അത് ശ്രീലങ്കക്കാർക്ക് അറിയണമെന്നില്ല, പക്ഷേ ശ്രീലങ്കയിൽ ഇതേ കഥയുണ്ട്. പിന്നെ ഞാനിങ്ങനെ കേരളത്തിലെ ഈ പഴയ എൻ്റെ അപ്പൂപ്പന്മാർ അമ്മൂമ്മമാരൊക്കെ അവരൊക്കെ കാതിലും ഇതൊക്കെ ഇടുന്ന ഓർണമെൻറ്റ്സൊക്കെ കാണിച്ചപ്പം സെയിം സാധനം ശ്രീലങ്കയിലുള്ള. അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മളുടെ ചരിത്രം നമ്മൾ പഠിച്ച് നമ്മൾ ഹിന്ദുക്കളാണ്. ഹിന്ദു എന്ന് പറയുമ്പോൾ മറ്റേ നമ്മളെ ത്രിമൂർത്തികൾ, പിന്നെ വരുന്നത് മഹാഭാരതം ഇതുപോലത്തെ കഥകൾ. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉൽപ്പത്തി തന്നെ നമ്മൾ വിചാരിക്കുന്നത് പരശുരാമൻ എന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരം. പിന്നെ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളും ക്ഷത്രിയന്മാരെ പരശുരാമൻ തോൽപ്പിച്ചിട്ട് എല്ലാ അമ്പലങ്ങളും പിന്നെ പിടിച്ച മറ്റേ ശിവനെയും വിഷ്ണുവിനൊക്കെ പ്രതിഷ്ഠിച്ച് സ്ഥലങ്ങളൊക്കെ ബ്രാഹ്മണർക്ക് കൊടുത്തു. അപ്പം അങ്ങനെയുള്ള കഥയാണ്. പിന്നെ പറയിപെറ്റ വന്തിയരുകുലം, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കഥകൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഞാൻ എവിടെയും കേട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അവിടുത്തെ ഈ ഡബിൾ വർഷിപ്പ് പോലത്തുള്ള കുറേ അനുഷ്ഠാനങ്ങൾ കാണിച്ചു. നമ്മുടെ തെയ്യം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ തെയ്യം എന്തുകൊണ്ട് ശ്രീലങ്കയിൽ തെയ്യത്തിനേക്കാളും കൂടുതൽ കുറച്ചും കൂടിയും കുമ്മാട്ടി പോലത്തെയും ഇതുപോലത്തെ തീക്കോലങ്ങളാടുന്ന മറ്റേ തുളുനാട്ടിലെ ദൈവക്കോലം പോലെ നമ്മുടെ തെയ്യം പോലെ അവർക്ക് ഒരുപാട് ഈ കുരുത്തോലയൊക്കെ വെച്ചിട്ടുള്ള ഇതുണ്ട്. പക്ഷേ അവരുടെ ചരിത്രം അൺഇൻറ്ററപ്റ്റഡ്. അതായത് വളരെ കൃത്യമായിട്ട് 2000 വർഷത്തെ ചരിത്രം. അവർക്ക് മഹാവംശ, ദീപവംശ എന്നൊക്കെ ഉള്ള പുസ്തകങ്ങളുണ്ട്. അപ്പം ഇതെങ്ങനെ അപ്പം നമ്മൾ ബാക്കിയുള്ള ബാക്കിയുള്ള ഇന്ത്യയിലുള്ള സ്ഥലങ്ങളായിട്ടൊരു ബന്ധമില്ല, നമ്മൾ ഇതുമായിട്ടാണ് വളരെ ക്ലോസ് ആയിട്ടുള്ളത്. പക്ഷെ അവർ 2000 കൊല്ലമായിട്ട് ബുദ്ധിസ്റ്റുകളാണ്. നമ്മൾ ഹിന്ദുക്കളാണെന്ന് പറയുന്നു, പക്ഷേ നമുക്ക് ഹിന്ദുക്കളിലുള്ള അങ്ങനെയുള്ള ഒരു അനുഷ്ഠാനങ്ങളോ ഇതൊന്നുമില്ല. അപ്പം നമ്മൾ ശരിക്കും ഹിന്ദുക്കളാണോ എന്നൊരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയിൽ പേർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ ഞാൻ ഈ അംഗംബോറ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ശ്രീലങ്കയിലുള്ള കുറേ അംഗംബോറക്കാരെ കോൺടാക്ട് ചെയ്തു. ഒരാൾ എൻ്റെ സുഹൃത്താണ്. അപ്പം അയാൾ എന്നോട് അവിടുത്തെ വിദ്യാഭ്യാസം, എൻ്റെ അച്ഛനും കുടുംബത്തിലെല്ലാവരും കളരി പഠിച്ചിട്ടുണ്ട്. എൻ്റെ ജനറേഷൻ മാത്രമേ പഠിക്കാതുള്ളായിരുന്നു. അച്ഛൻ ഈ മർമ്മങ്ങളുടെ കാര്യമൊക്കെ പറയായിരുന്നു. അപ്പം അവർ പറഞ്ഞു അവരുടെ ബുദ്ധിസ്റ്റ് ട്രഡീഷനിൽ മറ്റേ അതിൻ്റെ ഭാഗമാണ് ഈ മെഡിസിന്, പിന്നെ ഡിഫെൻസ്, സെൽഫ് ഡിഫെൻസ്, പിന്നെന്താ ആയോധന കലകൾ. അതിൽ ഈ മർമ്മമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ശരീരത്തിലെ സ്പെസിഫിക് പോയിന്റിൽ ഞെക്കിയിട്ടും നോക്കിയിട്ടൊക്കെ മർമ്മം നോക്കിയിട്ടുള്ള ചികിത്സ അതൊക്കെ ഉണ്ട്. ഇത് കളരിയിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നമ്മളൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഇന്ത്യയുടെ തൊട്ട് താഴെയുണ്ട്. അത് 2000 കൊല്ലമായിട്ടുള്ള ബുദ്ധിസ്റ്റുകളാണ്. അപ്പം നമ്മുടെ അമ്പലങ്ങൾ ഇതൊക്കെ നോക്കുമ്പോൾ അവരമ്പലത്തിൻ്റെ അതേ ഇങ്ങനെയുള്ള ഒരു കൺസ്ട്രക്ഷൻ ഇല്ലേ, നമ്മുടെ ഗോപുരങ്ങളും നമ്മുടെ വിളക്കുകളും പിന്നെ ഓടിട്ട ശ്രീകോവിലും അതൊക്കെ ശ്രീലങ്കയിൽ അതേ ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള സാധനമായിരിക്കുമല്ലോ, അതുകൊണ്ട് ഉള്ള ഇതായിരിക്കും. അപ്പോൾ അമേരിക്കയിൽ ഞാൻ കുറേ മറ്റാൾക്കാരെ കണ്ടു, കൊറിയക്കാരെ, ജപ്പാൻ ആൾക്കാരുള്ള, ചൈനയിലുള്ളവരെ, പിന്നെ അവിടുത്തെ പല സ്ഥലങ്ങളും കണ്ടപ്പം നമ്മുടെ ആർക്കിടെക്ചർ, നമ്മുടെ അമ്പലങ്ങൾ, നമ്മുടെ കാവുകൾ, നമ്മുടെ 4 കെട്ട് 8 കെട്ട്, പിന്നെ അമ്പലങ്ങളിലുള്ള കുളം, അതിലുള്ള മീൻ, മുതല, ഇതൊക്കെ ചൈനയിലുള്ളയും തായ്വാനിലുള്ളയും കൊറിയയിലുള്ളയും ജപ്പാനിലുള്ളയും അതേ കൺസ്ട്രക്ഷനാണ്, അതേ രീതിയാണ്. നിങ്ങൾ ഹവായിലൊരു വലിയൊരു ജാപ്പനീസ് അമ്പലമുണ്ട്, പസഫിക്കിൻ്റെ നടുവിലാണ്. അവർ ടിപ്പിക്കൽ അവരുടെ രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ ചെന്നാൽ നമ്മൾ തളി ക്ഷേത്രത്തിൽ പോയ പോലെയാണ് അല്ലെങ്കിൽ. അപ്പം നമ്മുടെ ചരിത്രം കിടക്കുന്ന മറ്റ് രാജ്യങ്ങളിലാണ്. പിന്നെ തായ്ലൻഡിലൊക്കെ ഉള്ള ആൾക്കാരായിട്ട് സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവും. തായ്ലൻഡിലൊക്കെ അവിടെ ആനകൾ എഴുന്നള്ളിപ്പൊക്കെ അവിടെയും വലിയ കാര്യങ്ങളാണ്. അവർ പാലി ഔദ്യോഗികമായിട്ട് പഠിക്കും. അപ്പോൾ നമ്മളൊക്കെ പഠിച്ചെന്താ, മലയാളം സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നും ഉണ്ടായ ഒരു ലാംഗ്വേജാണ്, എഴുത്തച്ഛനാണ് എല്ലാം, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോഴാണ് ഞാൻ കുറച്ച് ജാഫ്നക്കാരെ പരിചയപ്പെടുന്നത്. അപ്പം ജാഫ്നക്കാർ അവരുടെ തമിഴ് മലയാളം പോലെയാണ്. അവർ തമിഴ് പറഞ്ഞിട്ട് നമ്മൾ ഇയാൾ കണ്ണൂരിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇയാൾ കോട്ടയം, അങ്ങനെ നമ്മൾ വിചാരിക്കും കേരളത്തിൽ നിന്നാണ്. ഇതേ പ്രശ്നം തമിഴ്നാട്ടിൽ ജാഫ്ന എന്നുള്ള തമിഴന്മാർ, അവിടെയുള്ള തമിഴ് ശ്രീലങ്കക്കാരെയാണ് ഈ പറയുന്നത്. അവരവിടെ വരുമ്പം നിങ്ങൾ മലയാളികളാണെന്ന് ചോദിക്കും. കാരണം അവരുടെ തമിഴ് മലയാളം പോലെയാണ്. ഇപ്പോൾ തമിഴിലുള്ള ലാംഗ്വേജ് നമ്മൾ നോക്കുമ്പോൾ അതിൽ ലിംഗം ഉണ്ട്. അവൾ വந்தாൾ, അവൻ വந்தான், അതവർക്കില്ല.
അതുപോലെ അപ്പം മലയാളത്തിന് അതില്ല, തമിഴായിട്ട് നോക്കുമ്പോൾ. പിന്നെ അവരുടെ ഭാഷയിൽ ഒരുപാട് പാലി ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും രസമുള്ള അവർ മോനെയും മോൾ എന്നാണ് വിളിക്കുക. അപ്പം നോക്കുമ്പം ഇതെങ്ങനെ വന്നു? അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുണ്ട്. അപ്പോൾ ഒരു സയൻസ് പഠിക്കുന്ന ആളെന്ന്, സയൻസിലെ റിസർച്ച് എന്ന് വെച്ചിട്ട് ദിസ് ഈസ് സംതിങ് ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നും. ഇത് നോക്കേണ്ട കാര്യമാണ്. രണ്ടാമത്, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജാതികളുണ്ട്. നമുക്ക് ജാതി വ്യവസ്ഥയുണ്ട്, മുകൾ ജാതിയുണ്ട്, താഴെ ജാതിയുണ്ട്, അവർണ്ണനുണ്ട്, സവർണ്ണനുണ്ട്. നമ്മളേറ്റവും അടുത്തിരിക്കുന്ന ഈ ശ്രീലങ്കയിൽ ഇതൊന്നുമില്ല. കാരണം ബുദ്ധിസത്തിൽ ജാതിയില്ല. അപ്പം പണ്ട് വിവേകാനന്ദം ഇവിടെ വന്നപ്പോൾ പറഞ്ഞതുപോലെ കേരളം ഒരു ഭ്രാന്താലയം എന്നൊക്കെ പറയുന്നത് പോലെ ഇതെപ്പോഴും ഭ്രാന്താലയം തന്നെയായിരുന്നു എന്ന് എനിക്കൊരു ഡൗട്ട്. കാരണം നമ്മുടെ ഈ എൻജിനീയർമാർ, ഒരു സമൂഹത്തിൽ എൻജിനീയർമാരായിരുന്ന മൂശാരിമാരും ആശാരിമാരും ആർക്കിടെക്റ്റുകളും, അങ്ങനെ നമ്മുടെ ഈ ടെക്നിക്കലി സ്കില്ലുള്ളവരൊക്കെ താണ ജാതിക്കാർ. നമ്മുടെ ഇല്ലങ്ങളുടെയൊക്കെ കൺസ്ട്രക്ഷൻ നോക്ക്. ഈ നമ്പൂതിരികൾ താമസിക്കുന്ന ഇല്ലങ്ങൾ, അവർ വന്നത് നോർത്ത് ഇന്ത്യയിലുള്ള ആര്യന്മാരാണല്ലോ. അവിടെ ഇതൊന്നും കാണില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇതൊന്നും നമ്പൂരിമാരുണ്ടാക്കിയല്ല, ഇതൊക്കെ ഉണ്ടാക്കാൻ അറിവുള്ള ആശാരിമാർ എങ്ങനെ താഴ്ന്ന ജാതിക്കാരെ. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിസ്റ്റ് കൺട്രിയിൽ ഇവരൊക്കെ ഉന്നത സ്ഥാനമുള്ളവരാണ്. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൽ നമ്മൾ കാസ്റ്റ് തന്നെയാണോ? അപ്പോൾ ഈ പാരഡോക്സ്, അതായത് ഈ വൈജാത്യം, ഇത് പറ്റി അന്വേഷിക്കാനായിരുന്നു എൻ്റെ ഒരു താല്പര്യം. പിന്നെ ഇത് പറയുന്നത് നോക്കുമ്പം കഴിഞ്ഞൊരു 10-12 വർഷമായി ഇതിൻ്റെ പുറകെ കിടക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ഞാൻ നോക്കിയത് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് അല്ല. ഇതെങ്ങനെ തെളിയിക്കാം? ഇതാരാണ്, നമ്മളാരാണ്, നമ്മുടെ ഈ ബുദ്ധിസ്റ്റ് പാസ്റ്റ്, എസ്പെഷ്യലി ഫ്രം മലബാറിലൊക്കെ ഉള്ള, ഇതെങ്ങനെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാം? ഇതെങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിക്കാം? ഇതെങ്ങനെ നാട്ടുകാരോട് പറയാം? ഇതെന്തിനാണ് നാട്ടുകാരോട് പറയുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് ടൈം നോക്കട്ടെ. അപ്പം ഞാൻ ഈ 12 വർഷത്തിൽ എനിക്ക് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കി, തെളിവുകളോടുകൂടി മനസ്സിലാക്കിയ 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കേരളം ഒരു ബുദ്ധിസ്റ്റ് സംസ്കൃതി ആയിരുന്നു. ഇപ്പോഴും പല ആൾക്കാരും പറയുന്ന പോലെ നമ്മളൊരു വിസ്മൃത ബുദ്ധിസ്റ്റ് സംസ്കൃതിയാണ്. നമ്മളോടത് മറന്നു പോയതല്ല, മറവിപ്പിച്ചാണ്. രണ്ടാമത്തത്, നമ്മളിപ്പോഴും ഈ എല്ലാ ബുദ്ധിസ്റ്റ് രീതികളും പിന്തുടരുന്നു. ഇതിൻ്റെ ചരിത്രം നമ്മുടെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാ ബുദ്ധിസ്റ്റ് സംസ്കാരത്തിൻ്റെ അനുഷ്ഠാനങ്ങളും നമ്മുടെ വിചാരങ്ങളും വളരെ വയലൻ്റായിട്ട് ആയുധം ഉപയോഗിച്ച് വളരെ ഹിംസാത്മകമായിട്ട് അടിച്ചമർത്തി നമ്മളെ മുകളിൽ ഹിന്ദുത്വം അടിച്ചേൽപ്പിച്ചതാണ്. ഇതിനുള്ള ആവശ്യത്തിൽ കൂടുതൽ തെളിവുകൾ ഉണ്ട്. നിങ്ങൾ അജയ് ശേഖർ സാറിൻ്റെയൊക്കെ വീഡിയോ കണ്ടുപിടിച്ചോ. കേരളത്തിലെ എല്ലാ പരശുരാമൻ്റെ പേരിൽ വന്ന എല്ലാ അമ്പലക്കുളത്തിലും നിങ്ങൾ ബുദ്ധൻ്റെ തല വെട്ടിയതോ തലയുള്ളതോ തലയില്ലാത്തതായിട്ടുള്ള പ്രതിമകൾ കാണും. നമ്മളെ പല ആഘോഷങ്ങളും, ഞങ്ങളുടെ നാട്ടിൽ കൊട്ടിയൂർ ഉത്സവത്തിന് പോകുമല്ലോ. കൊട്ടിയൂർ ഉത്സവത്തിന് പോകുമ്പം ഞാൻ ആ ഡേറ്റുകൾ നോക്കി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഏത് മാസമാണ്? അതേ സമയത്താണ് തായ്ലൻഡിലും ശ്രീലങ്കയിലും നേപ്പാളിലുമൊക്കെ ബുദ്ധ പൗർണമി ആഘോഷിക്കുന്നത്. ബുദ്ധ പൗർണമിയും വേസകും ഒരുമിച്ച് വരുന്ന സ്ഥലമാണ്. നമ്മളിപ്പോഴും ഒരു ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവലാണ് ആഘോഷിക്കുന്നത്, ബുദ്ധിസ്റ്റ് ആഘോഷമാണ് ആഘോഷിക്കുന്നത്. എത്ര പേർക്കതറിയാം? അവിടെ അപ്പം ദശയാഗവും പാർവതിയൊക്കെ വന്നത് ഈ ചരിത്രം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കണിയാന്മാർ വരും. കണിയാന്മാരെന്ന് പിന്നെ വരുന്നത് ഈ പ്രശ്നം വെക്കുന്നവർ, അവരാണ് ഈ കഥ ഉണ്ടാക്കുക. അപ്പം ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, എൻ്റെ വീടിൻ്റെ അടുത്തൊരു മലയുണ്ട്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ആ മലയുടെ മുകളിൽ പോകുമ്പം അവിടെ പണ്ട് ഹനുമാൻ കുരങ്ങും പുലിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു പൊളിഞ്ഞു വീണൊരു ഗുഹയുടെ സ്ഥലമാണ് കേട്ടോ. ഒരു ഗുഹയുണ്ട്, ഒരു പാറേൻ്റെ മുകളിൽ. അതിൻ്റെ മുകളിൽ നല്ല വെള്ളം, ഇങ്ങനെ ഏത് വേനൽക്കാലത്തും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പം ആ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവിടെ ഇപ്പോൾ ഒരു തടയണ വെച്ചിട്ട് വെള്ളം വിതരണമൊക്കെ ഉണ്ട് കുറേ കാലമായിട്ട്. അവിടെ ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു അമ്പലമുണ്ട്. അവിടെ ഒരു അമ്പലക്കുളത്തിൻ്റെ റെമിനൻസ് കാണാം. പിന്നെ അവിടെ ഒരുപാട് ആനയുടെ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വൃത്തിയായിട്ട് അമ്പലത്തിൻ്റെ മുകളിൽ ഒരു കാനനാണ്, ഒരു കാടാണ്. കാടിൻ്റെ ഒരു വലിയ പാറേൻ്റെ മുകളിൽ ഇങ്ങനെ കാർവ് ചെയ്ത് വെച്ച പോലെ സ്ഥലം. അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം വീഴും. ആ വെള്ളം ശേഖരിക്കുന്ന ഒരു ചെറിയൊരു വളരെ റോക്കട്ടായിട്ടുള്ള പാറയിൽ വെട്ടി വരച്ചൊരു കൊച്ചു കിണർ. പിന്നെ കുറേ ആനയുടെ രൂപമൊക്കെ. ഞാനൊരു 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് കുറേ നമ്മുടെ നാട്ടിലെ ഹിന്ദു പ്രമാണിമാർ അത് കണ്ടുപിടിക്കുകയും അവിടെ ഒരു ഗണപതിയുടെ അമ്പലമായിട്ട് ഇപ്പോൾ ശരിയാക്കി.
നമ്മുടെ സഹ്യപർവ്വതത്തിൻ്റെ നമ്മുടെ തെക്കോട്ട് മൊത്തം നോക്കി ഇതുപോലത്തെ പൊളിഞ്ഞ അമ്പലങ്ങൾ കാണാം. കോഴിക്കോട് തൃക്കായ്പറ്റങ്ങൾ നോക്കി അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിപ്പം പ്രശ്നം വെച്ചിട്ട് അതിപ്പോൾ ഒരു സുബ്രഹ്മണ്യൻ അമ്പലമാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ പിന്നെ പ്രശ്നത്തിൻ്റെ ആൾക്കാർ വരും. അപ്പം എന്തു ചെയ്യും, ഈ താന്ത്രിക ആൾക്കാർ വന്നിട്ട് പ്രശ്നം വെച്ചിട്ട് ഇവിടെ പണ്ട് മറ്റേ ഗണപതി അങ്ങനെ ചെയ്തപ്പം, അല്ലെങ്കിൽ സീത ഇവിടെ ഈ വഴി പോയപ്പം, അല്ലെങ്കിൽ ജഡായു പറന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു കഥയുണ്ടാക്കും. അപ്പോൾ ആ കഥ നമ്മൾ വിശ്വസിക്കും. അങ്ങനെയാണ് ഈ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലം അവർ പറഞ്ഞു അത് ഗണപതി ക്ഷേത്രമാണ്, അത് ഗണപതി ക്ഷേത്രമാക്കുന്നത്. അതിൻ്റെ കഥ അവർ തന്നെ ഉണ്ടാക്കും, കാരണം നമ്മളത് വിശ്വസിക്കുകയും ചെയ്യും. നമ്മുടെ ഈ പറയപ്പെട്ട തന്ത്രികളെല്ലാം ഈ പ്രശ്നം വെപ്പിലൂടെ ഉണ്ടായ കഥകളും അങ്ങനെയാണ് ഐതിഹ്യങ്ങളുണ്ടാകുന്നത് എനിക്ക് മനസ്സിലായത്. പക്ഷേ നമ്മുടെ ഈ ചരിത്രം എവിടെ പോയി? ഇത്രയും കൂടുതൽ നമ്മളെ കരുമാടിക്കോട്ടം പോലെ എല്ലാം തെക്കോട്ട് പോലെ ഈ വടക്കോട്ട് മലബാറിൽ ഒരുപാട് പൊളിഞ്ഞ അമ്പലങ്ങൾ നിങ്ങൾ ബുദ്ധിസ്റ്റ് അമ്പലത്തിൻ്റെ എല്ലാ ഗണങ്ങളും കാണാം. ഇതെങ്ങനെ ചരിത്രം ഇല്ലാതായി എന്നുള്ളത്, കാരണം നമ്മളെ എഴുതപ്പെട്ട ചരിത്രം അവിടെ പോയി. കാരണം വയലൻ്റായിട്ട് ഹിംസാസ്വരം നശിപ്പിച്ചു. ഒരു താളിയോല ഗ്രന്ഥം 100 കൊല്ലത്തിൽ കൂടെ നിൽക്കില്ല, കാരണം അത് മാറ്റി എഴുതണം. നമുക്ക് ചെതളുണ്ട്, മഴയുണ്ട്, അതാരുമില്ല. അപ്പോൾ നമ്മളെ ഇഷ്ടം നമ്മളോട് മറന്നു പോയാൽ വലിയ കാര്യമൊന്നുമില്ല. അവിടെയാണ് എൻ്റെ പോയിൻ്റ് കിടക്കുന്നത്. ഞാൻ നമ്മുടെ ഇവിടെ രാഷ്ട്രീയ ചരിത്രം മാത്രം പറയാനല്ല നിൽക്കുന്നത്. കേരള ലോകത്തിന് മുമ്പിൽ ഒരു വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ്, എസ്പെഷ്യലി മലബാറും പിന്നെ മധ്യ കേരളമൊക്കെ പറയുമ്പോൾ. കാരണം സ്വന്തം ചരിത്രം മറന്നുപോയിട്ടും ആ ചരിത്രം അറിയാതെ പിന്തുടരുന്ന ഒരു സംസ്കൃതിയാണ് നമ്മൾ. അത് എന്തുകൊണ്ട് ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ 3 കാര്യം. ഒന്ന്, നമ്മളിപ്പം കേരളത്തിലെ 3 മേജർ പ്രശ്നം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം. നമ്മൾ ജാതിയും മതവും ഇല്ല എന്നൊക്കെ പറയും, പക്ഷേ എല്ലാവർക്കും ജാതിയുണ്ട്. അവൻ താഴ്ന്ന ജാതി, ഇവൻ അപ്പർ ജാതി. നമ്മൾ ലോകം ചിരിക്കും, കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യേൻ്റെ മറ്റ് സ്ഥലങ്ങളും കണക്ക് തന്നെ. പക്ഷെ നമ്മൾ ബൗദ്ധികമായി, പേരിൽ ബൗദ്ധികം ഉണ്ട് കേട്ടോ, ബൗദ്ധികമായിട്ട് ഉന്നത നിലയെത്തിയിട്ടും കല്യാണം കഴിക്കുമ്പം ജാതി മതം നോക്കിയിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പം ഉയർന്ന ജാതി താണ ജാതി എന്നുള്ള ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ രണ്ടാമത്തത്, നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ കയറിയ അമ്പലങ്ങളൊക്കെ നമുക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ച് കിട്ടി. നമ്മൾ അമ്പലം അടിച്ചു പൊളിച്ചിട്ട് അവിടെ ശിവലിംഗവും മറ്റും വെച്ചിട്ട് നമ്മളെ ചവിട്ടി പുറത്താക്കിയതിന് ശേഷം 100 കൊല്ലം മുമ്പേ നമുക്ക് തന്നെ നിങ്ങൾ കയറി കണ്ടോ എന്ന് പറയുന്ന ഒരു ക്ഷേത്രപ്രവേശന വിളംബരത്തെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് പഠിക്കുന്നു. അപ്പം നമ്മൾ ഈ ഒരു ബുദ്ധനെ പറ്റി പഠിക്കുന്നേ ഇല്ല. അപ്പം 2 കാര്യമുള്ളത്, തെക്കൻ കേരളവും വടക്കൻ കേരളവും ചെറിയൊരു വ്യത്യാസമുള്ളത്, ഈ മലബാറിൽ ഈ നമ്പൂതിരിമാരുടെ ആധിപത്യം കുറവായിരുന്നു. ഈ നമ്പൂതിരിമാർ നമ്മുടെ ഈ ചരിത്രങ്ങൾ നോക്കുമ്പം ഈ ബുദ്ധിസ്റ്റ് കേരളത്തിലോട്ട് മറ്റേ പരശുരാമൻ എന്ന് പറയുന്ന ഏതോ ഒരു എൻറ്റിറ്റി, അതായത് കേരളത്തിലെ ബുദ്ധിസം തകർക്കാൻ വന്ന ഒരാൾ, അതിൻ്റെ കൂടെ ആധ്യാത്മികമായിട്ട് ഇവിടുത്തെ ബ്രാഹ്മണൻ നമ്മുടെ ശങ്കരാചാര്യർ, അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ വരുന്നു. ഈ ബ്രാഹ്മിൻസ് വന്നത് ഈ വടക്ക് നിന്നാണെന്ന് പറയുന്നുണ്ട്. വടക്ക് വഴിയാണ്, പാലക്കാട് ഗ്യാപ്പ് വഴിയല്ല. അങ്ങനെ വന്നതാണെങ്കിലും അവർ മൊത്തം സെറ്റിൽ ചെയ്ത മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അവരധികം മലബാറിൽ സെറ്റിൽ ചെയ്യാത്തതുകൊണ്ട് മലബാറിലുള്ള ഈ നാട്ടുദൈവങ്ങളും അതൊക്കെ ഒരുവിധം കൺസേർവ്ഡാണ്, ഒരുവിധം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് മലബാറിലാണ് നമ്മൾ കുഴിച്ച് നോക്കുമ്പം നമുക്ക് കുറച്ചും കൂടിയും കിട്ടും, പക്ഷേ ആരും അത് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിലുള്ള നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി, നമ്മൾ ആരും കാസ്റ്റുകളോ നമ്മൾ ജാതികളും മതങ്ങളൊന്നുമില്ല, കേരളത്തിൻ്റെ എല്ലാം അതിലായിട്ട് ഞാൻ പറയാൻ പോവാണ് അതിൻ്റെ മുമ്പ്. പിന്നെ നമ്മളെ പുറത്ത് ലോകത്തിന് ഒരു ഹിന്ദു സ്ഥലമായിട്ട് സംസ്കൃതിയുള്ള സ്ഥലമായിട്ടാണ് പറയുന്നത്, അതല്ല. പക്ഷേ ലോകത്തിൽ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മളെ ബുദ്ധ സംസ്കൃതി പഠിച്ചത് ലോകത്തിന് കാണിച്ചു കൊടുത്താൽ അത് പഠിക്കാൻ വേണ്ടി ലോകം ഇവിടെ വരും. കാരണം അതിന് ലോകത്തിലൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഞാനിപ്പോൾ അമേരിക്കയിലാണ്. അമേരിക്ക കണ്ടുപിടിച്ചത് കേരളംകാരനാണെന്ന് എത്ര പേർക്കറിയാം? കേരളമായിരുന്നു ലോകത്തിൻ്റെ ഏറ്റവും വലിയ ട്രേഡ്, അതായത് മൊത്തം കച്ചവടത്തിൻ്റെ സെൻറ്റർ. പണ്ട് ചേര സാമ്രാജ്യമൊക്കെ ഉള്ളപ്പം BC സമയത്ത് റോമിലോട്ടും പിന്നെ അറബിലോട്ടും മൊത്തം യൂറോപ്പിലോട്ടും കുരുമുളകും ദന്തവും എല്ലാ സാധനവും കേരളമായിരുന്നു ലോകത്തിൻ്റെ എക്കണോമിക്സിൻ്റെ എപ്പിസെൻറ്റർ. വാസ്കോഡ ഗാമ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും സാധനം യൂറോപ്പിലെത്തണമെങ്കിൽ അറബികളെടുത്ത് പോയി, അറബികളത് കരവഴി ടർക്കി വഴി അങ്ങനെ ഗ്രീസ് വഴിയൊക്കെ പോയിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു കുരുമുളക് അവിടെ എത്തുമ്പോൾ സ്വർണ്ണമാവും. അവർക്കത് അത്യാവശ്യമാണ് ആ സമയത്ത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി കടലിൽ കൂടി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയത്. അങ്ങനെയാണ് മാരിടൈമും കോളനൈസേഷനും ലോകത്തിലെ മാരിടൈം ട്രേഡ് തുടങ്ങുന്നത്.
അത് കഴിഞ്ഞിട്ട് മറ്റേ സ്പെയിനുകാർ അതിൽ അസൂയായിട്ട് നമുക്ക് അവർ കിഴക്ക് ഈ വഴി കേരളത്തിലോട്ട് പോയി, ഇന്ത്യ എന്നവർ പറയും, പക്ഷെ വരുന്നത് കേരളത്തിലാണ്. നമുക്ക് പസഫിക് വഴി പോകാമെന്ന് വിചാരിച്ചിട്ട് കേരളത്തിലോട്ട് പോയെന്ന് നോക്കപ്പം നടുവിൽ വേറൊരു ഭൂഖണ്ഡം കണ്ടു. കേരളത്തിലോട്ട് പോയതാണ്. ആ ഭൂഖണ്ഡമാണ് അമേരിക്ക. അപ്പം ആ സമയത്തൊക്കെ കേരളം ലോകത്തിൻ്റെ ഉന്നതിയിൽ നിന്നുകൊണ്ടിരുന്ന ടെക്നോളജിയിലും എല്ലാത്തിനും ഉള്ള സമയത്ത് നമ്മൾ ബുദ്ധിസ്റ്റ് സംസ്കാരമാണ്. ആ സമയത്ത് നമ്മൾ അശോകൻ്റെ കാലത്ത്, കാരണം ഇപ്പം അവരുടെ നമ്മുടെ മഹാവംശം അതൊക്കെ നോക്കുമ്പം, അതായത് ഞാൻ പറയുന്ന ശ്രീലങ്കൻ അവരുടെ ചരിത്രം അവർ പറഞ്ഞു തുടങ്ങുന്നത് അശോകൻ അവിടെ വന്ന്, അശോകൻ്റെ ആൾക്കാർ മിഷണറീസ് അവിടെ വന്ന് അവിടെ ബുദ്ധിസം പ്രചരിപ്പിക്കുകയും എന്നിട്ട് അതിന് ശേഷമുള്ള ചരിത്രം അവർ എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് കാണാം. പിന്നെ അവിടെ ബുദ്ധൻ വന്നു എന്ന് വരെ അവർ പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ ഈ അതേ ചരിത്രമാണ്, അശോകൻ്റെ ബുദ്ധിസമാണ് കേരളത്തിലുള്ളത്, മലബാറിലുള്ളത്, എല്ലാ സ്ഥലത്തും ഉള്ളത്. ഇനി ഇത് പുറത്തോട്ട് പറഞ്ഞാൽ വേറൊരു കാര്യമുള്ളത്, ഒരു ബുദ്ധിസ്റ്റ് എപ്പിസെൻ്ററാണ് കേരളം എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം നമ്മൾക്ക് നമ്മുടെ ശരിയായ ചരിത്രം 2000-3000 വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. അപ്പം കൂടുതൽ ആൾക്കാർ നമ്മളെപ്പറ്റി പഠിക്കാനും നമുക്ക് കൂടുതൽ ഹെറിറ്റേജ് സെൻറ്ററുകൾ ഉണ്ടാകും. നമ്മൾ ഹിന്ദു ചരിത്രം കുഴിച്ചാൽ ഒരു 300 കൊല്ലം 400 കൊല്ലത്തിന് മുമ്പ് ഒന്നും ഉണ്ടാവില്ല. നമ്മളില്ലാത്ത ചരിത്രമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ചരിത്രപരമായിട്ട് ഒരാഴം കാണില്ല. ഇന്ത്യക്കും അങ്ങനെയാണ്. ഹിന്ദു ചരിത്രങ്ങൾ നോക്കിയാൽ വലുതായിട്ട് ആഴം ഉണ്ടാവില്ല. ഒരു 1000-2000 കൊല്ലം നോക്കുമ്പം ബുദ്ധിസമാണ് ഇന്ത്യയിൽ പ്രോമിനൻ്റ് ആയിരുന്നത്. പിന്നെ ഇസ്ലാം വന്നു. അത് ഇസ്ലാം പൊളിഞ്ഞപ്പം ബ്രാഹ്മിൻസ് വന്ന് പല ചരിത്രവും മാറ്റിയെന്നേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ട്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിനൊരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ജാതി എന്നുള്ള ഇതൊക്കെ നമ്മുടെ ബൗദ്ധ പാരമ്പര്യം മനസ്സിലാക്കി ഇത് മാറ്റുമ്പം ലോകം നമ്മുടെ ടൂറിസം, നമ്മുടെ ഒരു ഹെറിറ്റേജ് ടൂറിസം എന്നുള്ള ആക്ച്വൽ സാധനം, ഓരോ അമ്പലവും ലോകത്തിലെ ആൾക്കാർ, ഓരോ അമ്പലം, ഓരോ ബുദ്ധിസ്റ്റ് റിലീക്സും കാണാൻ ആൾക്കാർ വരും. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം, നമുക്ക് ഈ കാസർഗോഡ് മലബാറിൻ്റെ കാര്യം പറയുമ്പം, കാസർഗോഡ് ഒരു ശ്രീ പത്മനാഭ ശാസ്ത്രി ഇതുണ്ട്. നിങ്ങൾ തായ്ലൻഡിലും ഒക്കെ പോയാൽ കാണുന്ന ലേക്ക് ടെമ്പിൾ ആയിട്ട്, അതായത് തടാക ക്ഷേത്രം പോലെയാണ് അതുള്ളത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം, കണ്ടാലറിയാം ഇതൊരു ബുദ്ധിസ്റ്റ് സ്ഥലമാണെന്ന്. അവിടെ ഒരു മുതലയുണ്ട്, ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ ചത്തുപോയി. ഈ മുതലക്കുളം എന്നൊക്കെ പറയുന്നത് കോഴിക്കോടുണ്ട്. ഈ മുതലുള്ള കുളവും മീനുള്ള കുളവും മറ്റേ അമ്പലപ്രാവുകളുടെ അമ്പലമൊക്കെ ഒരു ബുദ്ധിസ്റ്റ് ട്രഡീഷനാണെന്ന് എത്ര അറിയാം ഇതൊക്കെ. അപ്പം ഇത് ആകെ നമ്മൾ അറിയേണ്ടത് ശാസ്ത്രീയമായിട്ട് ഇതെങ്ങനെ തെളിയിക്കാം, എന്നിട്ട് ഇപ്പം ഈ തെളിയിക്കേണ്ട കാര്യങ്ങൾ, അതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ എനിക്ക് ഇതെങ്ങനെ നാട്ടുകാരോട് ഫാക്ട്സ് വെച്ചിട്ട്, വസ്തുതകൾ വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പം പുതിയ ടെക്നോളജികൾ, ഞാൻ പറഞ്ഞില്ല ഞാൻ ബയോമെഡിക്കൽ സയൻസിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒന്നാമതായിട്ട് തെളിയിക്കേണ്ടത്, നമ്മൾ ശ്രീലങ്കയിലുള്ള ബുദ്ധിസ്റ്റുകളായിട്ട് ജനിതകപരമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണെന്ന് അറിയണം. കാരണം നമ്മൾ ശ്രീലങ്കയായിട്ട് ഇത്ര അടുപ്പമുള്ളപ്പം നമ്മൾ അങ്ങോട്ടും പോയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു ജനതയാവാം. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള മറ്റ് എല്ലാ ജാതികളും ബേസിക്കലി ഒരേ ആൾക്കാരാണ്. പുറത്തുനിന്ന് വന്ന്, ഞാൻ നേരത്തെ ജാതി പറഞ്ഞില്ലേ, ഞാനും കേരളത്തിൻ്റെ പുറത്ത് പോയപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നമുക്ക് തീയരുണ്ട്, ആശാരിമാരുണ്ട്, മൂശാരിമാരുണ്ട്, പിന്നെന്താ നായന്മാരുണ്ട്, നമ്പൂരിമാരുണ്ട്. ഇതൊക്കെയാണ് ഹിന്ദുസം നമ്മൾ പറയുമ്പം. കേരളത്തിൻ്റെ പുറത്ത് ഈ ജാതി ഒന്നുമില്ല. നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ജാതിയും നമുക്കില്ല. അപ്പം ഇവിടെ വന്നവരുണ്ടാക്കിയ ജാതിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പം നമുക്ക് ഈ ചരിത്രം വായിച്ചാൽ മനസ്സിലാവും, കേരളത്തിലെല്ലാവരും ഒരേപോലെ ഒരു സമത്വമുള്ള ബുദ്ധിസ്റ്റ് സംസ്കൃതിയായിരുന്നു. അപ്പം വന്നവർ അവരുടെ കൂടെ നിന്നവരെ നായന്മാരും അങ്ങനെയുള്ളതൊക്കെ അവരുടെ ആൾക്കാരെ ആക്കിയിട്ട് അവരെ ഇത് ചെയ്തു. അവരിന്ന് മാറി നിന്നവരെ എന്ത് ചെയ്തു, അസ്പൃശ്യരാക്കി, അവർണരാക്കി മാറി. അവർ ബുദ്ധിസത്തിൽ സ്ട്രെങ്ത്തായിട്ട് നിന്നവരും അവരുടെ ട്രഡീഷനായിട്ട് അവരുടെ അനുഷ്ഠാനങ്ങളായിട്ട് നിന്നവരായിട്ട് അവർ മാറ്റി നിർത്തി. അവിടെയാണ് സയൻറ്റിഫിക് അപ്രോച്ച്, അവിടെയാണ് നമ്മുടെ നേരത്തെ എൻ്റെ ഈ ടൈറ്റിലായിട്ട് പോകുന്നത്. അത് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം ഈ ബയോമെഡിക്കൽ സയൻസിൻ്റെ അഡ്വാൻസ്മെൻറ്റ്, അതിൻ്റെ പുരോഗതി കൊണ്ട് ഓരോ ജനവിഭാഗത്തിൻ്റെയും ജനിതകപരമായിട്ട് അവരാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആരാണ്, അവർ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ DNA ഉണ്ടല്ലോ, നമ്മുടെ ജീനുകൾ, നമ്മുടെ ഓരോ കോശങ്ങളിലുള്ള ജീനുകളിൽ ഓരോ സ്ഥലത്തിനനുസരിച്ച് മനുഷ്യരിങ്ങനെ പല സ്ഥലത്തായിട്ട് ഈ താമസിച്ചതും ഈ വിദേശാന്തര ഗമനം ചെയ്തതിനൊക്കെ നമ്മുടെ ജെനറ്റിക്സിൽ, നമ്മുടെ ജീനുകളിൽ അതിൻ്റെ കോഡുകളുണ്ടാകും.
അത് നോക്കിയാൽ ശാസ്ത്രീയമായിട്ട് ആൾക്കാർ എങ്ങനെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തെളിയിക്കാനിരുന്നത് നമ്മൾ ശ്രീലങ്കയുമായിട്ടുള്ള ബന്ധം ജനിതകമായിട്ട് തെളിയിക്കണമെന്നുണ്ടായിരുന്നു. അതാണ് ഒരു കാര്യം. പിന്നെ എളുപ്പമാണ് നമ്മൾ ബുദ്ധിസമായിട്ട് കണക്ട് ചെയ്യാൻ. പിന്നെ രണ്ടാമത്തത്, കേരളത്തിലുള്ള എല്ലാ അമ്പലങ്ങളുടെയും ശരിയായ ഹിസ്റ്ററി ബുദ്ധിസാണെന്ന് തെളിയിക്കാൻ പറ്റണം. അതിപ്പം ഓൾറെഡി അജയ് സാറും ബാക്കിയുള്ളവരൊക്കെ തെളിയിച്ചു കഴിഞ്ഞു. വെറുതെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ മതി. അയ്യപ്പൻ ആരാണ്, അവിലോകദേശനാണെന്ന് കണ്ടുപിടിക്കാൻ രാജൻ ഗുരുക്കളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. നമ്മുടെ ചരിത്രകാരന്മാർ, എനിക്ക് കലിപ്പ് വരും പൊതുവെ അവരെ പറ്റി ചിന്തിക്കുമ്പോൾ. എല്ലാവരും അല്ല, അവർക്ക് നമ്മുടെ ബുദ്ധിസ്റ്റ് ചരിത്രം പറയാൻ എന്ത് ബുദ്ധിമുട്ടാണെന്നൊരു തെളിവില്ല അത്രേ. അപ്പം സ്വന്തം കാലിനടിയിലുള്ള തെളിവ് കാണാൻ പറ്റുന്നത് ബുദ്ധിസ്റ്റ് കേരളത്തിൽ ചരിത്രം അറിയാമെന്നും വേണ്ടി ഇതൊന്നും മനസ്സിലാക്കാൻ. കണ്ണ് പൂട്ടിയിട്ട് ഒരു വിദേശത്തു നിന്നുള്ള ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അയാൾ ശ്രീലങ്ക കാണട്ടെ, തായ്ലൻഡ് കാണട്ടെ, ഏഷ്യ കാണട്ടെ, ബാക്കി എല്ലാ സ്ഥലത്തും, എന്നിട്ട് കേരളം കാണട്ടെ. അപ്പോൾ അവർ പറയും, അയ്യോ നിങ്ങൾ ബുദ്ധിസ്റ്റുകളാണെന്ന് അവരിങ്ങോട്ട് ചോദിക്കും. അത്ര തെളിവുകളുണ്ട് ഇവിടെ. ഈ കരുമാടിക്കുട്ടൻ്റെ പ്രതിമകൾ മാത്രമല്ല, എല്ലാ സ്ഥലത്തും നമ്മളുടെ അനുഷ്ഠാനം, നമ്മുടെ ജീവിത രീതി നോക്കിയാണ് നമ്മൾ ബുദ്ധിസ്റ്റാണ്. അപ്പം അതിലിപ്പം ആർക്കിയോളജിക്കൽ തെളിവുകളിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. ഞാൻ കൂടുതൽ അതിലോട്ട് വരുന്നതിന് മുമ്പ് ജനിതക തെളിവിലോട്ട് വരാം. അപ്പം നമ്മളെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കോശത്തിൻ്റെ ഏതെങ്കിലും നമ്മുടെ DNA സാമ്പിൾ കൊടുത്താൽ, ഈ 2009-10 ലോകത്തിലൊരു ജീനോഗ്രാഫി എന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ലോകത്തിലെല്ലാവരുടെയും DNA നോക്കിയിട്ട് നമ്മൾ എവിടുന്ന് വന്നു, എന്നിട്ട് ഓരോ സ്ഥലത്തുള്ളവരുടെയും അടുത്തുള്ളവരുടെയും അവരുമായിട്ട് അടുപ്പമുള്ളവരുടെയും അതിനനുസരിച്ച് നമ്മളിങ്ങനെ മാപ്പ് ചെയ്യാം. അങ്ങനെ ഈ മാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്, ഞാനും എൻ്റെ സാമ്പിളും നാഷണൽ ജിയോഗ്രഫിക്കായിരുന്നു ഇത് ചെയ്തു കൊടുത്തു. ഞാൻ എവിടുന്ന് വന്നു നോക്കി 60,000 കൊല്ലത്തെ എൻ്റെ ചരിത്രം എനിക്ക് കിട്ടും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകത്തിൽ ആഫ്രിക്കയുടെ പുറത്തുള്ള എല്ലാവരും ഈ എത്യോപ്യയിലുള്ള 100-150 മനുഷ്യരിൽ നിന്ന് ആഫ്രിക്ക കടന്നിങ്ങോട്ട് വന്നവരിൽ നിന്നുണ്ടായതാണ്. അവർ ഈ പല സ്ഥലത്തോട്ടും മൈഗ്രേറ്റ് ചെയ്ത്, എല്ലാവരും ഓരോ സ്ഥലത്തും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പം അവിടുന്ന് ആ ജീനുകൾ അവരെത് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒരേ ആൾക്കാർ തന്നെയാണ്, പക്ഷേ പല സ്ഥലത്ത് പോകുമ്പോൾ അവരിങ്ങനെ മാറി മാറി അത് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ജീനിൻ്റെ 60,000 കൊല്ലത്തിൻ്റെ ചരിത്രം നോക്കിയപ്പം ഞാൻ തുടങ്ങുന്നത്, എല്ലാ ആൾക്കാരും തുടങ്ങുന്നത് എത്യോപ്യയിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റിലോട്ട് പോയി, മിഡിൽ ഈസ്റ്റിൽ നിന്ന് കുറച്ച് ആൾക്കാർ യൂറോപ്പിലോട്ട് പോയി, അത് ഈസ്റ്റേൺ യൂറോപ്പ് എന്നൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് വെസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന പാകിസ്ഥാൻ വഴി താഴോട്ട് വന്നു, കേരളം വഴി വന്നു, പിന്നെ കേരളത്തിൽ നേരെ മുകളിലോട്ട് പോയി, എന്നിട്ട് സൈബീരിയ അതുവഴി നേരെ പോയി ബെറിങ് സ്ട്രേറ്റിൽ പോയി, അമേരിക്കൻ ക്രോസ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയി, കുറച്ച് പേര് ആസ്ട്രേലിയയിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ ചരിത്രം ആ ജീനോഗ്രാഫി നോക്കുമ്പം 2 തരത്തിൽ നോക്കാം, അച്ഛൻ്റെ വഴിയും അമ്മയുടെ വഴിയും. അപ്പം നമ്മളെ കോശങ്ങളിലുള്ള എക്സ് ക്രോമസോം വഴി അമ്മയെ ട്രാക്ക് ചെയ്യാം, അമ്മയുടെ ലീനിയേജ് അതായത് അവരുടെ പരമ്പര ട്രാക്ക് ചെയ്യാം, അച്ഛൻ്റെ ചെയ്യാം, ആണുങ്ങൾക്ക് രണ്ടും ചെയ്യാം. അപ്പം അത് നോക്കുമ്പോൾ 2 പേരുടെ അച്ഛൻ്റെ അമ്മയുടെ ഒരേ ലീനിയേജാണ്. അപ്പം നമ്മളൊക്കെ വന്നത് വെസ്റ്റ് ഏഷ്യൻസ്, നമുക്ക് ഈസ്റ്റ് 9% എൻ്റെ ജനിതകരമായിട്ട് നമ്മൾ മിഡിൽ ഈസ്റ്റ് ആൾക്കാരാണ്. നമ്മളൊക്കെ പേർഷ്യയിൽ നിന്ന് വന്നവരാണ്, ഇൻഡസ് വാലി ആ വഴിയൊക്കെ വന്നതായിരിക്കും മിക്കവാറും. അപ്പോൾ പേർഷ്യ 9% മെഡിറ്ററേനിയൻ, ഗ്രീസ് 3% ഈസ്റ്റേൺ യൂറോപ്പ്, നോർത്തേൺ യൂറോപ്യൻ. നമ്മളെല്ലാവരും ഇങ്ങനെ പല സ്ഥലത്തായിട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പം നമ്മളുമായിട്ട് അപ്പോൾ അച്ഛനും അമ്മയും വഴി ഒരേപോലെ വന്നതാണ്. അപ്പോൾ ഇതേ ടെസ്റ്റ് ചെയ്ത വേറൊരാളെ ഞാൻ കോണ്ടാക്ട് ചെയ്തു, മലയാളി. അയാളുടെ ടെസ്റ്റ് റിസൾട്ട് മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു. അതായത് ബുദ്ധനും ശങ്കരനും ഞാനും എന്നൊരു ആർട്ടിക്കിളാണ്. അത് എഴുതിയത് നമ്മുടെ മുരളി തുമ്മാരുകൂടിയാണ്. അങ്ങനെ ഒരു നായരാണ്. അപ്പം ഞാൻ ജനിച്ചത് ഋത്തിക കുടുംബത്തിൽ. ഞങ്ങൾ 2 പേരുടെയും ഇത് കമ്പയർ ചെയ്തു. അച്ഛൻ്റെയും അമ്മയുടെയും ഇങ്ങനെ ലൈൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കാണാം. അപ്പം ഞാൻ നോക്കുമ്പം ഞാനും അമ്മയുടെ ഭാഗത്തിൽ 2 സെയിമാണ്. പക്ഷേ മുരളി കുമാറിൻ്റെ അച്ഛൻ്റെ ഭാഗം മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നിട്ട് വേറൊരു ലീനിയേജാണ്, കുറച്ച് മുകളിലോട്ട് ഉസ്ബെക്കിസ്ഥാൻ റഷ്യ വഴി താഴോട്ട് വന്നത്. അവിടെയാണ് ഈ നമ്പൂരിമാരും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരുടെ ജീൻ അങ്ങനെയാണ്, നോർത്തേൺ ഇന്ത്യക്കാരുടെ. അപ്പം പല നായർ ജനിതകങ്ങൾ നോക്കിയാൽ നമ്മളൊക്കെ അമ്മ വഴി ഒരേ ആൾക്കാരാണ്, അച്ഛൻ വഴി വേറെ സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അല്ല, ബാക്കിയെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം കുറച്ച് നായന്മാർക്ക് അവർക്ക് ആര്യൻ ജീൻ കിട്ടിയിട്ടുണ്ട്. അതിൽ നല്ലതോ ചീത്തയോ ആരെയും അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ലോകത്തെല്ലാ സ്ഥലത്തും
ജനിതകരമായിട്ട് ആൾക്കാർ വന്ന് കയറിയിട്ടുണ്ട്, കീഴടക്കിയിട്ടുണ്ട്. അവരുടെ ആയിട്ട് ഇൻ്റർബ്രീഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പം ഹിംസാത്മകമായിട്ടും ചിലപ്പോൾ അടിമകളാക്കിയിട്ടൊക്കെ. പിന്നെ നമ്മളങ്ങനെ നോക്കുമ്പം കേരളത്തിലെ ഏതാണ്ട് എല്ലാവരും, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉള്ള പല ജാതികളും, നായരിൽ ആ വൈക്രോമസോമ ആ ഒരു ഇൻട്രോഗേഷൻ ഇല്ലാത്തവരൊക്കെ സെയിം ആൾക്കാരാണ്. ഒരു വ്യത്യാസവും ഇല്ല. ആകെ വ്യത്യാസമുള്ളത് നമ്മുടെ സഹ്യപർവ്വതത്തിലുള്ള ആദിമനിവാസികൾ, കുറിച്ചന്മാർ, പണിയർ, അവരൊക്കെ നമ്മളെക്കാൾ മുന്നേ വന്നവരുണ്ട്. നമ്മൾ ജനിതകമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാവരും ഒരേ ആൾക്കാരാണ്. നിങ്ങൾ പുലയരുടെയും പറയരുടെയും തീയരുടെയും നായരുടെയും എല്ലാവരുടെയും നോക്കുമ്പം ലീനിയേജ് ഒരേ ആൾക്കാരാണ്. നമ്മളൊരു അത് അപ്പം ഞാനിത് നോക്കുമ്പോൾ എനിക്ക് ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിലെ ഇത് ആൾക്കാരുടെ സാമ്പിൾ എടുക്കണം, എന്നിട്ട് ശ്രീലങ്കയിലുള്ള ആൾക്കാരുടെ സാമ്പിൾ എടുക്കണം. ഇത് എത്ര യോജിക്കുന്നുണ്ടെന്ന് നോക്കണം. അതേ സമയത്ത് അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെള്ളിയന്മാരോട് ചോദിച്ചു, നിങ്ങൾ കംപ്ലീറ്റ് നായരാണ്, എന്താണ് അച്ഛൻ്റെ അമ്മേൻ്റെ ഇതിൽ ലീനിയർ ഡിഫറൻസ് ഉള്ളത്? പുള്ളി പറഞ്ഞു പുള്ളി കംപ്ലീറ്റ് നായരാണ്. അപ്പോഴാണ് നായർ സമുദായത്തിൽ നോർത്ത് ഇന്ത്യൻ അച്ഛൻ വഴി നോർത്ത് ഇന്ത്യൻ ഇത് നടന്നിട്ടുണ്ട് എന്നുള്ളത് അത് വളരെ ക്ലിയർ ആയിരുന്നു. അതൊഴിച്ചാൽ എല്ലാവരും കണക്ക് തന്നെയാണ്. ഇവിടെയുള്ള ആൾക്കാരിൽ അവർ ഇവിടെ വന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഈ നമ്പൂതിരിമാരുടെയും അവരുടെ കൂടെയൊക്കെ, നമ്പൂതിരിമാരെന്ന് ഞാൻ പറയുന്നില്ല, ബ്രാഹ്മണർ എന്ന് പറയുക, അവർ കൂടെ നിന്നവർ, അവരുടെ കൂടെ ചേർന്നവരും അവരുടെ ആൾക്കാരായി, സവർണരായി, ബാക്കിയുള്ളവർ, അങ്ങനെയുള്ളൊരു കഥ നമുക്ക് കൃത്യമായിട്ട് ജനിതകപരമായിട്ട് കാണാൻ പറ്റും. അപ്പം ഞാൻ ഈ ശ്രീലങ്കയിൽ നമ്മൾ ഇത് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ തന്നെ 2015 നല്ലൊരു റിസൾട്ട് വന്നു. ഇത് ഓൾറെഡി ചെയ്തു. അതായത് ഈ പേപ്പർ ഇത് നേച്ചർ എന്നുള്ളൊരു വലിയൊരു പബ്ലിക്കേഷനാണ്. ലോകത്തിലെ ഈ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളൊക്കെ ഈ പബ്ലിഷ് ചെയ്യുന്ന, പ്രസിദ്ധീകരിക്കുന്ന ജേണലുകളിലൊരു ജേണലുണ്ട്. അവർ ഇത് ചെയ്തത് തായ്ലൻഡ് എന്നുള്ള ശാസ്ത്രജ്ഞന്മാർ ശ്രീലങ്കയിലുള്ള സിംഹളീസിനെയും അവിടെയുള്ള തമിഴരുടെയും ജീനുകൾ എടുത്തു. എന്നിട്ട് ബാക്കിയുള്ള ഇന്ത്യക്കാരുമായിട്ട് അവർ കമ്പയർ ചെയ്തു. അപ്പോൾ അവരുടെ കണ്ടുപിടുത്തം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതായത് ശ്രീലങ്കയിൽ പണ്ടുണ്ടായിരുന്ന തമിഴ് സംസാരിക്കുന്നവരും പണ്ടുണ്ടായിരുന്ന സിംഹളീസും ഒരേ ആൾക്കാർ തന്നെയാണ് ഏതാണ്ട്. പക്ഷേ അവർ കുറച്ച് പേര് ജാഫ്ന ഭാഗത്തുള്ളവർ തമിഴ് സംസാരിക്കും, പക്ഷേ ബാക്കിയുള്ളവർ സംസ്കൃതം, പാലി ബേസ്ഡ് ആയിട്ടുള്ള സംസാരിക്കും. പക്ഷേ പിന്നെ വന്ന തമിഴന്മാർ ഡിഫറെൻ്റാണ്. അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. ബാക്കിയുള്ള ആദ്യമുള്ള തമിഴ് എന്ന് പറയുന്നത് പണ്ട് ഈ ചോള കാലഘട്ടത്തിലൊക്കെ ഈ പാലി അതായത് സംസ്കൃതത്തിൻ്റെ സഹോദരനാണ് ഈ പാലി എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ പറയുന്ന ഈ വലിയ ആൾക്കാർ അതിനെ പ്രാകൃതം എന്ന് വിളിക്കും. അത് അവരുടെ അല്ലാത്തൊക്കെ പ്രാകൃതമാണല്ലോ, നമ്മുടെ ഈ ഉറുദുവും ഹിന്ദിയും പോലെയാണത്. അപ്പം അവിടെ ചോള എംപയറിൻ്റെ പണ്ട് ഈ ബുദ്ധിസ്റ്റ് പാലി അതായത് സംസ്കൃതം പോലത്തെ സിംഹള സംസാരിക്കുന്നവർക്ക് ഈ ബുദ്ധിസ്റ്റ് സംസ്കാരമുള്ള ആൾക്കാർ തന്നെ തമിഴ്നാട്ടിൽ ഇൻട്രോഗേറ്റ് ചെയ്തപ്പം അവരെ അവിടെ ആക്രമിച്ചപ്പം തമിഴ്നാട്ടിലുള്ള ഭാഗത്തുള്ളവർ ലാംഗ്വേജ് മാറി. അങ്ങനെ ഒരു ശ്രീലങ്കയിൽ 2 തമിഴന്മാരുണ്ട്. പണ്ടേ ഉള്ളവർ, അവർ ശരിക്കും പറഞ്ഞാൽ സിംഹളീസ് തന്നെയാണ്. പിന്നെ വന്ന് ഈ ബ്രിട്ടീഷുകാർ എസ്റ്റേറ്റിൽ പണിയെടുക്കാൻ കൊണ്ടുവന്നവർ, അവർ വ്യത്യാസമുള്ളവർ, അവർ തമിഴ്നാട്ടുകാരാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവർ ശരിക്കും പറഞ്ഞാൽ പണ്ടേയുള്ള തമിഴന്മാരും സിംഹളീസും ഒന്ന് തന്നെയാണ്, അതായിരുന്നു അവരുടെ കണ്ടുപിടുത്തം. എന്നിട്ട് അവർ നോർത്ത് ഇന്ത്യയിലായിട്ട് ബന്ധമുണ്ടെന്ന്. പക്ഷെ അവർ ഈ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഡേറ്റ എനിക്ക് കിട്ടി. ആ ഡേറ്റ നോക്കുമ്പം അവർ കേരളത്തിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് 55 പേരുടെ സാമ്പിളും തിരുവനന്തപുരത്ത് നിന്നുള്ള സാമ്പിളും ഉണ്ട്. അപ്പം അവർ സിംഹളീസ്, ബുദ്ധിസ്റ്റുകളായ സിംഹളീസ് അവിടെ തന്നെ അവരുടെ തന്നെ പല ഭാഗത്ത്, ശ്രീലങ്കയിൽ തന്നെ പല ഭാഗത്ത് അവർ തന്നെ വ്യത്യാസമുണ്ട് കുറേശ്ശെ ജനിതകപരമായിട്ട്. അപ്പം അവരിങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഒരു സയൻറ്റിഫിക് ശാസ്ത്രീയമായിട്ട് പൊട്ടിയാണ് ഒരു ശാസ്ത്രീയ രീതിയുണ്ട്. അതിനൊരു പ്രത്യേക കമ്പ്യൂട്ടർ കൊണ്ട് ഒരു മാപ്പിലിടും. എന്നിട്ട് അടുത്തടുത്ത് നിൽക്കുന്ന, അതായത് ശ്രീലങ്കക്കാർ, ഇവിടുന്ന് വന്നവർ അവരൊക്കെ അടുത്തടുത്ത് വെക്കുന്നവർ ജനിതകപരമായിട്ട് വളരെ ക്ലോസ് ഉള്ളവർ, ബാക്കിയുള്ളവർ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ട്. അപ്പം അവരുടെ മാപ്പ് അതുണ്ടായിരുന്നു. ഞാൻ ആ ഡേറ്റ എടുത്ത് നോക്കിയപ്പം അതിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യമുണ്ട്. അവരത് ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ആ ഡേറ്റ അവൈലബിൾ ആണ്. എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ശ്രീലങ്കയിലുള്ള
ഈ മധ്യ ശ്രീലങ്കയിലുള്ള ഈ അപ്പർ കൺട്രി സിംഹളീസ് എന്ന് പറയുന്ന സിംഹളീസില്ലേ, അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അവർ മുകളിലും താഴെയുള്ള ശ്രീലങ്ക സിംഹളീസിനേക്കാളും കേരളത്തിലുള്ള ആൾക്കാരെയാണ്. അതായത് കൊച്ചിയിലുള്ള 55 മനുഷ്യരുടെ സാമ്പിള്, തിരുവനന്തപുരത്തെ സാമ്പിളും പിന്നെ കേരളത്തിലുള്ള ആ സാമ്പിളാണ്. അവരാണ് ശ്രീലങ്കൻ സിംഹളീസിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും മധ്യ ശ്രീലങ്കേൻ്റെ ഉള്ള ജനിതകപരമായിട്ട്. എനിക്ക് കൂടുതലായിട്ട് പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ഏറ്റവും തമാശ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വേറെ ആളാണ് ജാഫ്ന തമിഴന്മാർ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ജാഫ്ന തമിഴ് എന്ന് പറഞ്ഞാൽ മലയാളമാണെന്ന് നിങ്ങൾക്ക് തോന്നും, മലയാളം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മലയാളം ഉണ്ടായതെന്നാണ് പിന്നെ ഞാൻ ആലോചിക്കുന്നത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് തമിഴും സംസ്കൃതമാണ്. തമിഴും സംസ്കൃതമാനില്ല, മിക്കവാറും പഴയ സെന്തമിഴും പാലിയും കൂടി ചേർന്നതായിരിക്കും മലയാളം. അപ്പം ഈ ജനിതകപരമായിട്ട് തെളിവ് ഇനി അടുത്ത സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോ കാസ്റ്റുകളിലുള്ള ആൾക്കാരുടെ ഈ സാമ്പിൾ എടുത്തിട്ട് കമ്പയർ ചെയ്താൽ, ഞാനത് ചെയ്തതിൻ്റെ അടുത്ത പടിയിലാണ് വരുന്നത്. ശ്രീലങ്കയായിട്ട് കമ്പയർ ചെയ്താൽ ഇതിൽ ഒരു വ്യത്യാസമില്ലാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ജനിതകപരമായിട്ടുള്ളത് ശ്രീലങ്കക്കാരാണ്. ഇത് നമ്മൾ ബുദ്ധിസ്റ്റുകളായിരുന്നു എന്ന് തെളിവുണ്ടോ? തെളിവ് തരുമെന്ന് വെച്ചാൽ നിങ്ങളെന്നെ ആലോചിച്ചോ. രണ്ടാമത്തത് ചെയ്യേണ്ടത് കാര്യം, ഞാനിത് ചെയ്തിട്ടില്ല, പക്ഷേ ഇതൊക്കെ ചെയ്യേണ്ടത് ആരാ? കേരളത്തിലെ സർവകലാശാലയല്ലേ. പക്ഷേ ഈ സ്റ്റഡി നടത്തിയത് തായ്ലൻഡിലെ ഒരു സർവകലാശാലയാണ്. ഇതുപോലത്തെ പല സ്റ്റഡി നടത്തിയത് ശ്രീലങ്കക്കാർ. നമ്മൾ അവരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. ഞാനിവിടെ ഗവേഷണം നടത്തുന്നത്, ഗവേഷണം നമ്മളെ സർവകലാശാല, നമ്മളെ കേരളത്തിലെ സർവകലാശാലയിലും അവിടെ ഉന്നത ഗവേഷണമൊക്കെ നടത്തുന്നവർ ശരിക്ക് എന്താണോ ഒരു ചരിത്രകാർ ചെയ്യേണ്ടത് അവർ ചെയ്തിട്ടില്ല. പല ആൾക്കാരും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, പല ആൾക്കാരും കേരളത്തിൻ്റെ ബുദ്ധിസത്തിൻ്റെ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പം ഉദാഹരണത്തിന് അവരൊക്കെയാണ് വൈസ് ചാൻസലേഴ്സ് അവരൊക്കെ വരുന്നത്. കാരണം പ്രത്യേകിച്ചും ഈ ജാതിവാലുള്ള ആൾക്കാരും, എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് ആൾക്കാരൊക്കെ അവരുടെ ഈ സങ്കല്പങ്ങളിൽ നിന്ന് നമ്മളൊക്കെ പോലെ ഓരോ അവരുടെ ദൈവസങ്കല്പങ്ങളോ അവരുടെ അതൊന്ന് പുറത്ത് വരുന്ന ഇതൊന്നുമില്ല, നമ്മളൊക്കെ ബുദ്ധിസ്റ്റാണെന്ന് പറയാനുള്ള അവരുടെ തന്നെ തിയറിക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ചിലപ്പോൾ അവരുടെ ജാതി ഐഡൻറ്റിറ്റിയൊക്കെ അവരുടെ ഇതിലൊക്കെ ബാധിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം അവർക്കത് പറയാത്തത്. പക്ഷേ രണ്ടാമത്തെ കാര്യം ഇത് ചെയ്യേണ്ടത്, നമ്മുടെ കേരളത്തിൽ സഹ്യപർവ്വതത്തിൽ, അതായത് കിഴക്കൻ മലകളിൽ മൊത്തം ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളായിരുന്നു. അതായത് ഒന്നും അറിയണ്ട, കാനന ക്ഷേത്രം നിങ്ങൾ കണ്ടാൽ അതൊക്കെ ബുദ്ധിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ലോകത്തെല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അവർ ധ്യാനിക്കാനും അവർ സ്ത്രീകളും നമ്മുടെ ഈ ബുദ്ധ ഭിക്ഷുക്കളൊക്കെ മെയിൻ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി വേറെ സ്ഥലത്ത് പോയിട്ടാണ്, കുറച്ച് കാട്ടിൽ കുറച്ച് സ്വസ്ഥതയുള്ള സ്ഥലത്താണ് ഇതൊക്കെ ഉണ്ടാക്കുക. നമ്മുടെ സഹ്യപർവ്വതം മുഴുവൻ ഇതുപോലത്തെ ഇതുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഈ പഴയ നമ്മുടെ ഈ പമ്പ എന്നൊക്കെ പറയുന്ന കാടൊക്കെ ഇല്ല, അതുപോലെ നമ്മുടെ കോഴിക്കോടിൻ്റെ ഈ കിഴക്കൻ ഭാഗത്തുള്ള അവിടെയൊക്കെയുള്ള കാടുകൾ, ഒരുപാട് പൊളിഞ്ഞ അമ്പലങ്ങളും അവിടുത്തെ ഈ ലാൻഡ്സ്കേപ്പിംഗ്, അതായത് ഈ എങ്ങനെയാണ് അവർ ഒരു അമ്പലം ഇതൊക്കെ പണിയുമ്പോൾ ആ സ്ഥലങ്ങൾ അതിനനുസരിച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്യുമല്ലോ, അതൊക്കെ നമ്മൾ സർവേ ചെയ്യേണ്ടി വരും. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇത്രയും ടോപ്പിക്ക് നമുക്കിത് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ലോകം മൊത്തം ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആകെ ചെയ്യേണ്ടത് കുറച്ച് ഇതിനൊക്കെ താല്പര്യമുള്ള കേരളത്തിലെ സർവകലാശാലയിലുള്ള ആൾക്കാർ തായ്ലൻഡിലെയും ഇതൊക്കെയുള്ള ജപ്പാനിലെയും കൊറിയയിലൊക്കെ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്, ബുദ്ധിസമൊക്കെ പഠിക്കാനുള്ള. അവരോട് കൊളാബറേറ്റ് ചെയ്താൽ മതി. അവരുമായിട്ട് അങ്ങനെയാണ് ലോകം മൊത്തം റിസർച്ച് നടക്കുന്നത്. നമ്മളായിട്ടിരുന്ന് കുഴിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാനിപ്പം എൻ്റെ ഗവേഷണം നടത്തുന്നത് ഓട്ടിസം, പിന്നെ വയറിനെ ബാധിക്കുന്ന രോഗങ്ങൾ, അതിനൊക്കെ പറ്റിയിട്ടാണ് എൻ്റെ ഗവേഷണം നടത്തുന്നത്. അപ്പം ഞാനായിട്ടല്ല നടത്തുന്നത് ഇത്. ഞാൻ നമ്മുടെ വേറെ യൂണിവേഴ്സിറ്റിയിലും വേറെ രാജ്യങ്ങളിലും വേറെ പേഷ്യൻസ് ഉള്ള വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതിൻ്റെ ഓരോത്തിലും എക്സ്പേർട്ടായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കൊളാബറേറ്റ് ചെയ്യും, പല രാജ്യങ്ങളൊക്കെ ആയിട്ട്, UK ആയിട്ട്. അപ്പോൾ എല്ലാവരും കൂടി വന്ന് ചെയ്യുമ്പം ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ അയ്യപ്പൻ കൂടുതലായിട്ടും മഹായാന ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ തായ്ലൻഡിൽ നിന്ന് വന്ന, കേരളത്തിലെല്ലാവരും വരുമായിരുന്നല്ലോ നമ്മുടെ സംസ്കൃതി ഉന്നതി എന്ന സമയത്ത്, തായ്ലൻഡിൽ നിന്ന് വന്ന ആൾക്കാർ ബുദ്ധഭിക്ഷുക്കളുടെ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ്, അവരുടെ ഒരു ഇൻഫ്ലുവൻസ് എന്താണ്, അവരുടെ
അവരുടെ ഒരു ഫുട് പ്രിൻ്റ് നമ്മുടെ ശബരിമല അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു തായ്ലൻഡുകാർ ഇവിടെ വന്നാൽ അവർക്കത് കാണാൻ പറ്റും. അയ്യോ ഇത് നമ്മുടെ സാധനമല്ലേ. ഇപ്പോൾ ശ്രീലങ്കക്കാരുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് അവർ അയ്യോ ഇത് ഞങ്ങളെയാണ്. അതേപോലെ നമ്മൾ അവിടെ ചെന്നിട്ട് അയ്യോ ഇത് ഞങ്ങളുടെ അനുഷ്ഠാനമാണല്ലോ. അങ്ങനെയാണ് റിസർച്ച് നടത്തേണ്ടത്. അല്ലാതെ മറ്റേ രാജൻ ഗുരുക്കൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ശബരിമലയിൽ അവിലോകിതേശ്വരനായിട്ട് നമ്മുടെ ബന്ധമൊക്കെ ഉണ്ട്, പക്ഷെ തെളിവില്ല. അവിടെ കുത്തിയിരുന്ന തെളിവുണ്ടാവില്ല. തെളിവ് നിങ്ങളെ കണ്ണ് തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും തെളിവ്. പിന്നെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഈ ജനിതകപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ചരിത്രകാരന്മാരെക്കാളും നല്ലത് ഇക്കാര്യത്തിൽ നമ്മുടെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബയോടെക്നോളജി തിരുവനന്തപുരത്തുള്ള അവർ കൊളാബറേറ്റ് ചെയ്താൽ മതി. ഇതിനൊക്കെ ചെയ്യാൻ നമ്മളെപ്പോലെ കേരളത്തിൽ നിന്ന് വന്ന് ലോകത്തിലെ മറ്റ് സർവകലാശാലയിൽ നിന്ന് എന്നെപ്പോലെയുള്ള സാധാരണ ഗവേഷകന്മാരുണ്ട്. ഇതിലൊക്കെ പക്ഷേ കേരളത്തിൽ നിന്ന് ആൾക്കാർ നമ്മുടെ ചരിത്രം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്നും നമ്മുടെ രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ട് വേണം. ഞാൻ പറഞ്ഞു വന്നത് ഈ സഹ്യപർവ്വതത്തിലുള്ള നമ്മുടെ കേരളത്തിലെ ബുദ്ധിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ അവരുടേതായ ലാൻഡ്സ്കേപ്പുകളുണ്ട്. അവർ ജനപദങ്ങൾ ഉണ്ടാക്കുമ്പം നമ്മൾ ഇപ്പം ഹാരപ്പ സംസ്കാരമൊക്കെ ഇല്ലേ, അവരുടെ വഴികളും പിന്നെ അമ്പലങ്ങളും വിഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. ഇത് കണ്ടുപിടിക്കാൻ കുറേ മാർഗങ്ങളുണ്ട്. നമ്മൾ കാട് പോയി അരിച്ചു പെറുക്കൊന്നും വേണ്ട, ഒരു ഏരിയൽ സർവേ നടത്തിയാൽ മതി. അതായത് ഇപ്പം ഡ്രോണുകൾ വഴി ലൈഡാർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി ആകാശത്ത് കൂടി ഹെലികോപ്റ്റർ വഴിയോ ഡ്രോണുകൾ വഴിയോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൽ എന്നാൽ പണ്ടത്തെ സംസ്കാരങ്ങളും ഇത് നിന്നിരുന്ന ഈ സഹ്യപർവ്വതത്തിലുള്ള എല്ലാ ജനപദങ്ങളെയും നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും, അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതേ കാര്യങ്ങളാണ് ഈ സൗത്ത് അമേരിക്കയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇതേപോലെ നമ്മളെ കാട് പിടിച്ച സ്ഥലങ്ങളിലൊക്കെ മുകളിൽ ലൈഡാർ മാപ്പ് നടത്തുമ്പോഴാണ് പെറുവിലും മെക്സിക്കോയിലൊക്കെ ഇതുപോലത്തെ വലിയ വലിയ സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങൾ മുകളിൽ നിന്ന് കണ്ടുപിടിക്കും. ഇതിന് വലിയ ചിലവൊന്നുമില്ല, കുറച്ച് മനസ്സുണ്ടായാൽ മതി. അപ്പം പോകുന്നതിൻ്റെ മുമ്പേ, അതായത് നമ്മളിതൊക്കെ നശിച്ചു പോകുന്നതിൻ്റെ മുമ്പേ നമുക്കിതൊക്കെ ചെയ്യണമെങ്കിൽ ശാസ്ത്രീയമായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിലുള്ള 100 കണക്കിന് സർവകലാശാലയുടെ ചാടി വീഴും. കാരണം നമുക്ക് 2000-2500 കൊല്ലത്തേക്കുള്ള റിച്ച് ചരിത്രം പറയാനുണ്ട്. അത് ലോകത്തിനെ മൊത്തം നമുക്ക് കാണിക്കാൻ പറ്റും. നമുക്ക് ടൂറിസ്റ്റുകൾ വരും, നമ്മൾ ഹെറിറ്റേജ് സൈറ്റ് ആവും. നമ്മളെല്ലാവരും ഒന്നാണ്. മഹാബലി ആരാണെന്നുള്ളതാണ് കോമഡി. നമ്മൾ മഹാബലി പറയല്ലോ, മഹാബലി നാട് വാണിയും കാലം പറഞ്ഞിട്ട്. നമ്മുടെ ഈ ഓണം എന്നുള്ളത് ആവണമാണ്, ശ്രാവണോത്സവമാണ്. പണ്ട് ശ്രീലങ്കൻ തമിഴന്മാർ ഇത് ആഘോഷിക്കുമായിരുന്നു, ശ്രാവണം, അടുത്ത കാലത്ത് വരെ. അപ്പം നമ്മുടെ ഈ തമിഴന്മാരും അപ്പം നമ്മൾ വന്നത്, നമ്മൾ സിംഹള പ്ലസ് തമിഴ്, സിംഹള എന്ന് വെച്ചാൽ പാലി, അങ്ങനെയുള്ള റിലേഷനൊക്കെ ശാസ്ത്രീയമായിട്ട് വേണമെങ്കിൽ കേരളത്തിലെ ആൾക്കാർ അപ്പം നമ്മുടെ ജാതി ചിന്ത മണ്ടത്തരാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളെല്ലാവരും ഒരു ജാതിയായിരുന്നു എന്നുള്ളത് മനസ്സിലാവും. പിന്നെന്താ, നമ്മുടെ സംസ്കാരം നമ്മൾ പഠിച്ചതിനേക്കാളും ഭീകരമെന്നല്ല ആഴമുള്ളതാണെന്ന് മനസ്സിലാവും. പിന്നെന്താ മനസ്സിലാവുക, അപ്പം എന്തിനാണ് നമ്മളോട് അടിച്ചേൽക്കപ്പെട്ട നമ്മളെ ദൈവങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതായിരുന്നില്ല. നമ്മളെ ഈ ഭഗവതി അതൊക്കെ നമ്മുടെ ഈ പല ഭഗവതി എന്നൊക്കെ പറയുന്നതൊക്കെ ഈ കണ്ണകി ആരാധികനായിട്ടാണ് ബന്ധമുള്ളത്. കണ്ണകി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ബുദ്ധിസവും ഈ ശ്രീലങ്കൻ ബുദ്ധിസ്റ്റുകളും കണ്ണകീനെ ആരാധിക്കും. ഇതൊക്കെ ഈ ബോധിസത്വ രൂപങ്ങളായിട്ടൊക്കെയാണ്. ഇത് എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾ രാജേഷ് ശേഖർ സാറിൻ്റെ സംസാരം കേട്ടാൽ മതി. അപ്പം ആരാണ് നമ്മൾ ലോകത്തിനോട് എന്താണ് പറയാൻ പോകുന്നത്. പിന്നെ ഇതിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം, അതിലോട്ട് ഞാൻ കൂട്ടി യോജിപ്പിക്കാം. നമ്മളൊരിക്കലും ഹിന്ദു ആയിരുന്നില്ല. ഒരു മലബാറിലും ഒരു തിരുക്കൊച്ചിയിലും ഒരു തിരുവനന്തപുരക്കാരനും നമ്മൾ ഹിന്ദു ആയിരുന്നില്ല. നമുക്കൊരു ഹിന്ദു സംസ്കൃതിയില്ല. നമ്മൾ ആർക്കോ വേണ്ടി ഉത്തരേന്ത്യൻ ആൾക്കാരുടെ പോലെ ബ്രാഹ്മണർ പറഞ്ഞ് അവരിവിടെ വന്നിട്ട് നമ്മൾ അടിച്ചേൽപ്പിച്ച ചരിത്രം പിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു ഹിന്ദുവാണ് എന്നുള്ളത് ഹിന്ദു മതം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ, അല്ലാതെ ഇന്ത്യ എന്നുള്ളതല്ല. അങ്ങനെയായിട്ട് നമ്മുടെ സ്വന്തം ചരിത്രവും ഐഡൻറ്റിറ്റിയും എന്നിട്ട് നമ്മൾ തന്നെ താഴെ അംഗീകരിക്കുന്നത്, അതിൽ ശാസ്ത്രീയമായിട്ട് നമുക്കിത് മാറ്റാൻ പറ്റും. അതിനാകെ ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മളെപ്പോലെയുള്ള പുറത്തുനിന്നുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ ആൾക്കാരായിട്ട് സംസാരിക്കുക. നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊക്കെ പഠിക്കാനും ഇതിനൊക്കെ ജീനോഗ്രാഫിയൊക്കെ ചെയ്യാൻ ലോകത്തിൽ വളരെ ഇമ്പാക്റ്റുള്ള സാധനമാണിത്. അങ്ങനെ കേരളം
ഇപ്പം നമ്മൾ ഈ ജാതി വ്യവസ്ഥ ഇല്ല എന്ന് പറയുമ്പം നമ്മുടെ മെയിൻ പുഴുക്കുത്തുകൾ ഇല്ലാതാക്കാൻ പറ്റും. ഞാനിതൊരു സ്വാർത്ഥ കാര്യത്തിലാണ് പറയുന്നത്, വെറുതെ ചരിത്രം പഠിക്കുന്നില്ല. ഈ ചരിത്രം അധികം പഠിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ആദ്യം വിചാരിച്ചിരുന്നത്. കാരണം പിന്നെ പഠിക്കേണ്ടത് എന്താ, ഇപ്പം നമ്മൾ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ചരിത്രം ഒരു ജർമ്മൻകാരനും ഒരു ബ്രിട്ടൻകാരനും ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ ആൾക്കാർ തമ്മിലുള്ള യുദ്ധം ചെയ്ത് അവർ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ അവർക്ക് ആ ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് അവരധികം പഠിപ്പിക്കില്ല കേട്ടോ. അതൊന്നും ഇപ്പം ബ്രിട്ടനിൽ പോയ കോളനൈസേഷനൊന്നും ഇന്ത്യയെ അടിച്ചമർത്തുമെന്ന് അവർ പഠിപ്പിക്കില്ല. അപ്പം പല മോശം ചരിത്രം പഠിക്കാതിരിക്കുന്നതല്ല, പക്ഷേ ഇത് മോശം ചരിത്രം അല്ലല്ലോ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ അവരുടെ പേരിൻ്റെ വായിലൊരു വാല് വെക്കുന്നത്, ഓക്കെ ഷാൻകുമാർ മേനോൻ എന്ന് വെക്കുന്നുണ്ടെങ്കിൽ എനിക്കെന്തൊരു അഡ്വാൻറ്റേജ് കിട്ടും, ഞാനൊരു അപ്പാണ്. അല്ലെങ്കിൽ അതേ സമയത്ത് അയ്യോ ഞാൻ ഈഴവയാണല്ലോ, അപ്പം ഞാൻ അവരുമായിട്ട് കല്യാണം ആലോചിക്കണോ, അങ്ങനെയുള്ള ഇത് നമ്മൾ ചെറുതായിട്ട് തോന്നുമെങ്കിൽ അത് മാനവികമായിട്ട് വളരെ നാണക്കേടാണ് ഒരു സംസ്കാരം. നമ്മളെല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മളൊരു ഇത് ശാസ്ത്രീയമായ രീതിയിലോട്ട് പോകണം. അതായത് നമ്മൾ കേരളത്തിൽ എല്ലാ ശരിക്കുള്ള കുഴിച്ചെടുത്തുള്ള അമ്പലക്കുളങ്ങളൊക്കെ കുഴിച്ച് നോക്കണം, ലൈഡാർ സ്കാനിങ് നടത്തണം, ഏരിയൽ സർവേ നടത്തണം, ജീനോഗ്രാഫി ചെയ്യണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ശാസ്ത്രത്തിൻ്റെ പിൻബലം വേണം. അപ്പം ഞാൻ അവിടെ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ മെയിൻലി മലബാർ ആണ് എൻ്റെ ടൈറ്റിലെങ്കിലും ഞാൻ ഓവറോളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ മലബാറിൽ ഇപ്പോഴും തെക്കൻ കേരളമായിട്ട് കുറച്ച് വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും പൊളിഞ്ഞടുങ്ങിയ നമ്മുടെ ചരിത്രം നമ്മുടെ കണ്ണു മുമ്പ് തന്നെ ഉണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മുഴുവനായിട്ട് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ മലബാറിലുള്ള ഒരു സംസ്കാരം ഇത്തിരി അങ്ങനെയാണ്, വളരെ ഹൈന്ദവത അവിടെയുള്ള ജനങ്ങൾക്ക് ഇല്ല അധികം. അതുകൊണ്ടാണ് ഈ ഇടതുപക്ഷ പൊളിറ്റിക്സൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ചരിത്രം, കൊട്ടിയൂരിലെ വൈശാഖോത്സവവും ബുദ്ധപൂർണിമ എന്താണെന്ന് കണക്ട് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. കാരണം ഇപ്പോഴും ആക്റ്റീവായിട്ട് അത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പിന്നെ മുത്തപ്പനും ഒക്കെ എന്താണെന്നുള്ളത്, പിന്നെ കുട്ടിച്ചാത്തൻ ശാസ്ത്രനാണ് ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. അത് ശാസ്താവാരാണെന്നുള്ളത്, ബുദ്ധനാണെന്നുള്ളത് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇതിൽ ചരിത്രപരമായ തെളിവും കൂടുതൽ ശാസ്ത്രീയമായിട്ട് തെളിവുണ്ടാകുമ്പോൾ ലോകം നമ്മളെ ശ്രദ്ധിക്കും, ലോകം നമ്മുടെ നാട്ടിൽ വരും, നമ്മളോട് തന്നെ പറയും നമ്മളാരാണ്. അപ്പം ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഓർക്കുക നമ്മളായിരുന്നു. അത് നിങ്ങൾ എന്നാണ് അപ്പോൾ കവിതയിലുള്ളത്. പക്ഷേ അത് ഓർക്കേണ്ട കാര്യമില്ല, നമ്മളത് കുഴിച്ച് നോക്കണം. അപ്പം അത് കുഴിച്ച് നോക്കുമ്പം എനിക്ക് പറയാനുള്ളത്, കേരള സർവകലാശാലയും കണ്ണൂർ സർവകലാശാലയൊക്കെ കുഴിക്കാനുള്ള ആൾക്കാർ അവിടെ തന്നെ ഉണ്ടെങ്കിൽ അവർ വിദേശ സർവകലാശാലകളുമായിട്ടും ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുമായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ മതി. ഇതൊക്കെ എല്ലാവർക്കും കൂടി ചെയ്യുന്ന, ആരും ഇതിൽ വലിയ റിസർവേറൊന്നും ഇല്ലല്ലോ, ശാസ്ത്രം എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പം അത്രയും കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ സംസാരം, ഈ ടോക്ക് അവസാനിപ്പിക്കാം. സോ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്ത അജയ് ശേഖർ സാർക്കും പിന്നെ SSCSൻ്റെ ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി. ഒന്നാമത് ഞാൻ ആർക്കിയോളജിസ്റ്റോ ചരിത്രകാരനോ ആന്ത്രപ്പോളജിസ്റ്റോ അല്ല. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് ആൾക്കാരായിട്ട് കണക്ഷൻസ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.